Today we are doing the short story Madness by C. Ayyappan. C. Ayyappan, born in Kizhillam is in Ernakulam district. C. Ayyappan, born in Kizhillam, is an unparalleled voice from Dalit community, excelling in the art of storytelling in Malayalam. Ayyappan, born in Kizhillam, is an unparalleled, unmatched voice from the Dalit community. Ayyappan ദളിത് കമ്മ്യൂണിറ്റിയിലെ സാമ്യമില്ലാത്ത ഒരു ശബ്ദമാണ്, ദളിത് കമ്മിറ്റിയുടെ ശബ്ദമാണ്. എക്സലിംഗ് ഇൻ ദി ആർട്ട് ഓഫ് സ്റ്റോറി ടെല്ലിംഗ് ഇൻ മലയാളം ലാംഗ്വേജിൽ കഥാകഥനത്തിൽ, കഥ പറച്ചിലിൽ വളരെ മികവ് പുലർത്തുന്ന ഒരു കഥാകാരനാണ് സി. അയ്യപ്പൻ. ഹി വാസ് ബോൺ അറ്റ് എ വില്ലേജ് കീഴില്ലം ഇൻ എറണാകുളം ഡിസ്ട്രിക്റ്റ്. Having been a part of Dalit community, he was exposed to the problems which he has honestly laid down in his short stories. Having been a part of Dalit community, C. Ayyappan was a part of Dalit community. He was born as a Dalit. His father was Chodi, അച്ഛൻ്റെ പേര് ചോതി, അമ്മയുടെ പേര് കുറുമ്പ. അച്ഛനൊരു ഉദ്യോഗസ്ഥനായിരുന്നു. He had studied at various colleges and he became a government college lecturer and a professor. He retired as a professor. Having been a part of Dalit community, as a part of Dalit community, he was exposed to, he knew the problems which he has honestly laid down in his short stories. ദളിത് കമ്മ്യൂണിറ്റിയുടെ ഭാഗമായതുകൊണ്ട് ദളിത് കമ്മ്യൂണിറ്റിയുടെ പ്രശ്നങ്ങളെക്കുറിച്ച് നല്ല ബോധവാനായിരുന്നു. ആ പ്രോബ്ലംസ് എല്ലാം അദ്ദേഹത്തിൻ്റെ കഥകളിലൂടെ അവതരിപ്പിച്ചു. ഹിസ് കളക്ഷൻസ് ഓഫ് ഷോർട്ട് സ്റ്റോറീസ് ഇൻക്ലൂഡ് ഉച്ചയുറക്കത്തിലെ സ്വപ്നങ്ങൾ, ഞണ്ടുകൾ, സി. അയ്യപ്പൻ്റെ കഥകൾ എക്സെട്ര. ഇതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ കഥകളും കഥാസമാഹാരങ്ങളും. ഹിസ് കളക്ഷൻസ് ഓഫ് ഷോർട്ട് സ്റ്റോറീസ് ഇൻക്ലൂഡ് ഉച്ചയുറക്കത്തിലെ സ്വപ്നങ്ങൾ, ഞണ്ടുകൾ ആൻഡ് സി. അയ്യപ്പൻ്റെ കഥകൾ. ഹിസ് സ്റ്റോറീസ് പോർട്രേ ഓർ ഡെപ്പിക്റ്റ് ദി ഐഡൻറ്റിറ്റി ക്രൈസിസ്, ഹെൽപ്ലെസ്നെസ്, നിസ്സഹായത, and the bad treatment meted out to the Dalits in Kerala. കേരളത്തിലെ ദളിതർ നേരിടുന്ന മോശമായ പെരുമാറ്റം, ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ്, നിസ്സഹായത, ഐഡൻറ്റിറ്റി ക്രൈസിസ്, ഇതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ കഥകളിലൂടെ അദ്ദേഹം അവതരിപ്പിക്കുന്നത്. ദി ഷോർട്ട് സ്റ്റോറി മാഡ്നസ് എന്ന് പറയുന്ന കഥ ഈസ് എ സാട്രിക്കൽ ആൻഡ് സർക്കാസ്റ്റിക് remark on the discriminations that exist in the Dalit community. So actually, C. Ayyappan's Madness is a short story which is satirical, ആശയഭാസ്യപരമാണ്, and sarcastic, ഹാസ്യം നിറഞ്ഞതുമാണ്. Sarcastic remark on the discriminations that exist with the Dalit community. The story depicts the dichotomy between the fair and the colored. നിറമില്ലാത്തവരും നിറമുള്ളവരും, കറുത്ത നിറമുള്ളവരും വെളുത്ത നിറമുള്ളവരും തമ്മിലുള്ള വൈജാത്യം, the rich and the poor. The dichotomy between the rich and the poor, ധനികരും പാവങ്ങളും തമ്മിലുള്ള വൈജാത്യം. എന്തിന്? despite the blood relations that tie them, അവരെ ബന്ധിപ്പിക്കുന്ന ബ്ലഡ് റിലേഷൻസ് ഉണ്ടെങ്കിൽ പോലും ഈ നിറമുള്ളവരും നിറമില്ലാത്തവരും തമ്മിലുള്ള ഡിഫറൻസ്, പണമുള്ളവരും പാവങ്ങളും തമ്മിലുള്ള ഡിഫറൻസ്, അവരുടെ കാസ്റ്റിൽ തന്നെയുള്ള ഡിഫറൻസ്, ദളിത് കമ്മ്യൂണിറ്റി തന്നെയുള്ള ഡിഫറൻസ് വളരെ വ്യക്തമായി വരച്ചു കാട്ടുന്നു സി. അയ്യപ്പൻ.
He was between 1949 and 2011. സോ ദിസ് ഈസ് ദി ബാക്ക്. അദ്ദേഹത്തിൻ്റെ ഭാര്യ ഉദ്യോഗസ്ഥയായിരുന്നു. ഭാര്യയുടെ പേരൻസ് അധ്യാപക ദമ്പതികളായിരുന്നു. അങ്ങനെ നല്ലൊരു കുടുംബത്തിൽ ദളിതരാണെങ്കിൽ കൂടി വിദ്യാഭ്യാസവും നല്ല ജോലിയും അന്തസ്സുള്ള ഒരു കുടുംബത്തിലംഗമായിരുന്നു. മാഡ്നസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ മെൻ്റൽ ഡിസീസ്. അത് ജനറ്റിക്കായിട്ടുണ്ടാകാം, അല്ലെങ്കിൽ മനസ്സിൻ്റെ ഇക്വിലിബ്രിയം, മനസ്സിൻ്റെ കാര്യങ്ങളെ നിയന്ത്രിക്കുന്ന ഈദിൻ്റെയും ഈഗോയുടെയൊക്കെ ഏറ്റക്കുറച്ചിൽ ഉണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ ചില കെമിക്കൽസ് ഡോപ്പമിൻ, സെറോട്ടോണിൻ തുടങ്ങിയ കെമിക്കൽസിൻ്റെയൊക്കെ കുറവ് മൂലവും ഇങ്ങനെ ഡിപ്രഷനും മറ്റ് സീരിയസായ സ്കീസോഫ്രേനിയ പോലെയുള്ള മാനസിക രോഗങ്ങളുണ്ടാകാം. എന്തായാലും ദോസ് ഹു സഫർ ഫ്രം മെൻ്റൽ ഡിസീസ് ആർ ലുക്ഡ് അപ്പോൺ വിത്ത് കണ്ടംപ്റ്റ് ഇൻ അവർ സൊസൈറ്റി. നമ്മുടെ സമൂഹത്തിൽ അവരെ നോക്കുന്നത് അവജ്ഞയോടെയാണ്, മറ്റേത് രോഗത്തേക്കാളും. ഇപ്പോൾ ക്യാൻസറിനേക്കാളും വളരെ മാരകമാണ് ഒരർത്ഥത്തിൽ ദിസ് മാഡ്നസ് ഓർ ലൂണസി എന്ന് പറഞ്ഞാൽ തിരിച്ചറിവില്ലാത്ത ആ ഒരു ജീവിതം. ദാറ്റ് ഈസ് സംതിങ് ഹൊറിബിൾ. മനോരോഗത്തിൻ്റെ ആ ഉച്ചസ്ഥായി ഘട്ടങ്ങളിൽ ഡിമെൻഷ്യ ബാധിച്ച് ഒന്നും അറിയാൻ വയ്യാതെ നിർവികാരതയോടെ ഇരിക്കുന്ന ആളുകളുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ലൈഫ് ഇൻ ഡെത്ത്. ജീവച്ചവും പോലെ അങ്ങ് കഴിഞ്ഞുകൂടുന്നു എന്ന് മാത്രം. അവർ ഈ സമൂഹത്തിൽ ആരുമല്ല. എനിക്കറിയാവുന്ന ഒരു കുടുംബത്തിലെന്ന് പറഞ്ഞാൽ വൃദ്ധയായ ഒരു മാതാവും തീവ്ര മനോരോഗിയായ ഒരു മകനും. മാതാവിന് 92 വയസ്സുണ്ട്, മകന് 72 വയസ്സുണ്ട്. അവർ രണ്ടുപേരും മാത്രമാണ് താമസം. ആ മാതാവിന് ഞാൻ പറഞ്ഞിട്ടുണ്ട്, വേറൊരു കവിതയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, സ്ട്രോക്ക് ഒന്നും അധികമൊന്നും നടക്കാം, പിന്നെ എങ്ങനെയെങ്കിലുമൊക്കെ എഴുന്നേറ്റ് കിടക്കും. അവർ മുറിയിലൊന്നും മറിഞ്ഞു വീണാൽ പോലും ഈ മകൻ അറിയത്തില്ല, മൈൻഡ് ചെയ്യത്തില്ല. ഇരുട്ടിൽ, ഒരു മുറിയിൽ ഇരുട്ടിൽ ജീവച്ഛവം പോലെ ഇങ്ങനെ കഴിയുകയാണ്. സോ ദാറ്റ് ഈസ് എ സ്പെഷ്യൽ ലൈഫ് ഓർ ഇറ്റ് ഈസ് ആൻ അക്കേഴ്സ്ഡ് ബർത്ത്. സത്യത്തിൽ ഈ മനോരോഗികൾ അവരുടെ പ്രയാസങ്ങൾ അറിയുന്നില്ല. അവരുടെ ഒപ്പമുള്ള ആളുകളാണ് വാസ്തവത്തിൽ ഈ ടെൻഷനും ആങ്സൈറ്റിയെ കൊണ്ട് നടക്കുന്നത്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ ഈ മനോരോഗി എന്ന് പറയുന്നത് ചിലപ്പോൾ വീട്ടിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി അങ്ങ് പോകും. ഓരോ തോന്നലുകൾ, ആ സ്കീസോഫ്രേനിയയുടെ ഉച്ചസ്ഥായിലുള്ള അവസ്ഥകളാണ്. ആ തോന്നലുകൊണ്ട് ഇറങ്ങി അങ്ങ് പോകും. പിന്നെ ബൈ ചാൻസിൽ ആരെങ്കിലും കണ്ടെത്തി വീട്ടിൽ പിടിച്ചുകൊണ്ട് വരും. അങ്ങനെ ഒരു വല്ലാത്തൊരു അവസ്ഥയിലാണ്. വളരെ കഷ്ടമാണ്, വളരെ വളരെ കഷ്ടം. യെസ്. അപ്പോൾ ഈ അധകൃത വർഗക്കാരുടെ കഥ പറയുന്ന ഒരു ഹൃദയസ്പർശിയായ നല്ല ആശയവഹാസ്യം നിറഞ്ഞൊരു കഥയാണ്, ചെറുകഥയാണ് മാഡ്നസ് ബൈ സി അയ്യപ്പൻ. ടൈപ്പ് ഓഫ് ദിസ് ഈസ് ഇൻ എ സ്പെഷ്യൽ ടൈപ്പ് ഓഫ് മോണോലോഗ്. മോണോലോഗ് അറിയാമല്ലോ, ഒരു വ്യക്തി സംസാരിക്കുന്നത്, അല്ലെങ്കിൽ നമുക്കതിനെ ആത്മഭാഷണം എന്ന് പറയാം. വേറെ ആരും കഥാപാത്രങ്ങളായിട്ടില്ല. ഒരുപക്ഷെ ദർ ഈസ് എ സൈലൻറ്റ് ലിസണർ, കേൾക്കാൻ ഒരാളുണ്ട്, ബട്ട് ദി നറേറ്റർ മേക്സ് എ മോണോലോഗ്. ഇങ്ങനെ ഒരു ആത്മഭാഷണം നടത്തുന്നു. ആ രീതിയിലാണ് ഈ കഥ പോകുന്നത്. മലയാളത്തിൽ മാഡ്നസ് എന്നുള്ളതിൻ്റെ ഒറിജിനൽ സ്റ്റോറിയുടെ പേര് ഫ്രാന്ത് എന്നാണ്. ഫ്രാന്ത്. ഇത് തർജ്ജിമ ചെയ്യപ്പെട്ടതാണ്. നമുക്ക് ഇനി ആ കഥയിലേക്ക് പോകാം, ഓടിച്ചു പോകാം. A couple of days ago, my childhood friend had dropped in my staff quarters. ഇതാണ്ട് ഒരു 2 ദിവസത്തിന് മുമ്പാണെന്ന് തോന്നുന്നു, എൻ്റെ അയൽവാസിയും ബാല്യകാല സുഹൃത്തുമായ ഒരാൾ എൻ്റെ സ്റ്റാഫ് ക്വാർട്ടേഴ്സിൻ്റെ പടിക്കലെത്തി, വാതിക്കലെത്തി. സോ ഇദ്ദേഹം ഹൈസ്കൂൾ അധ്യാപകനാണ്. അദ്ദേഹത്തിൻ്റെ, നമുക്കങ്ങനെ വിചാരിക്കാം, അദ്ദേഹത്തിൻ്റെ ഭാര്യ എന്ന് പറഞ്ഞാൽ സെക്രട്ടേറിയറ്റിലെ സെക്ഷൻ ഓഫീസറാണ്, ചെറുപ്പക്കാരാണ്. അപ്പോൾ 2 ദിവസത്തിന് മുമ്പാണ് എൻ്റെ ബാല്യകാല സുഹൃത്തും അതുപോലെ എൻ്റെ നെയ്ബറുമായിരുന്ന അയാളൊരു പഞ്ചായത്ത് മെമ്പർ കൂടിയാണ്. ഈ റീച്ച്ഡ് മൈ സ്റ്റാഫ് ക്വാർട്ടേഴ്സ്. എൻ്റെ വൈഫിന് അനുവദിച്ച ക്വാർട്ടേഴ്സിലാണ് ഞങ്ങൾ താമസിക്കുന്ന. എല്ലാ സൗകര്യമുള്ള നമുക്ക് പേരൂക്കടയ്ക്കടുത്ത് അമ്പലമുക്ക് എന്ന് പറയുന്ന സ്ഥലത്താണ് ആ ക്വാർട്ടേഴ്സ്. അവിടെയാണ് ഞങ്ങൾ താമസിക്കുന്നത്. യു കുഡൻറ്റ് പോസിബിളി ഹാവ് ഫോർഗോട്ടൻ വാട്ട് ഹാപ്പൻഡ് ദെൻ കുഡ് യു. ഇത് സംസാരിക്കുന്നത് 2 ദിവസത്തിന് മുമ്പ് വന്ന ആ സുഹൃത്ത് 3-ാമത്തെ ദിവസം അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വരുന്നതും അദ്ദേഹത്തോട് സംസാരിക്കുന്നതും അന്നുണ്ടായ ചില സംഭവങ്ങളുടെ ഒരു വിശദീകരണമാണ്. 2 ദിവസങ്ങൾക്ക് മുമ്പുണ്ടായ ചില സംഭവങ്ങളുടെ വിശദീകരണമാണ് സുഹൃത്തിന് നൽകുന്നത്.
യു കുഡിൻ്റ് പോസിബിളി ഹാവ് ഫോർഗോട്ടൻ വാട്ട് ഹാപ്പൻ ദെൻ കുഡ് യു? സുഹൃത്തെ, അന്ന് നടന്ന സംഭവം യു കുഡിൻ്റ് പോസിബിളി ഹാവ് ഫോർഗോട്ടൻ, മറക്കാനിടയില്ല. മറന്നിട്ടുണ്ടോ? ലിസൺ ടു മൈ വേർഷൻ ഓഫ് വാട്ട് ഹാപ്പൻഡ് ആസ് വെൽ. ഇവിടെ പറയുന്നത്, ഒരു സംഭവം നടന്നു കഴിഞ്ഞാൽ അത് ഒരു വ്യക്തിയുടെ കണ്ണിലൂടെ മാത്രം കണ്ടാൽ അതിൻ്റെ എല്ലാ ഭാഗവും വിശദീകരിക്കാനാവത്തില്ല. അത് മനസ്സിലാകണമെങ്കിൽ ഒന്നുകിൽ 2 പേരെങ്കിലും അവരുടെ കണ്ണുകളിലൂടെ കണ്ട കാര്യം, അല്ലെങ്കിൽ അവരുടെ കണ്ണട വെച്ച കണ്ണിലൂടെ കണ്ട കാര്യം വിശദീകരിച്ചെങ്കിലേ മതിയാവൂ. സോ വാട്ട് ഡസ് ഹി സേ? ബട്ട് ദെൻ എനി ഇൻസിഡൻറ്റ് ഹാസ് ബീൻ വിറ്റ്നസ്ഡ് ബൈ നോ ലെസ് ദാൻ 2 people. 2 വ്യക്തികൾ കണ്ടിട്ടുണ്ടെങ്കിൽ വിത്ത് ദെയർ ഓൺ ഐസ്, ബ്രാക്കറ്റ് പറയുന്നു, ഓർ അറ്റ്ലീസ്റ്റ് ഐ ഗ്ലാസസ്, കണ്ണുകളിലൂടെയോ കണ്ണട വെച്ചിട്ട് കണ്ണുകളുടെ 2 പേരെങ്കിലും കണ്ടെങ്കിൽ മാത്രമേ ടു ഗ്രാസ്പ് ഈവൻ എ സ്പെക്ക് ഓഫ് ഇറ്റ് സെൻസ്, ആ സംഭവത്തിൻ്റെ ഒരു അംശം, ഒരു സ്പെക്കെങ്കിലും, ഒരു പീസ്, ഒരു ആറ്റം, ഒരു കഷ്ണമെങ്കിലും നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കത്തുള്ളൂ. അതുകൊണ്ട് എൻ്റെ വേർഷൻ ഞാൻ പറയട്ടെ, എന്നാലേ അതിനൊരു വിശദീകരണമാകത്തുള്ളൂ. സോ യു മസ്റ്റ് ലിസൺ ടു മൈ വേർഷൻ ഓഫ് വാട്ട് ഹാപ്പൻഡ് ആസ് വെൽ. അപ്പോൾ എന്താ സംഭവിച്ചതെന്നുള്ള എൻ്റെ വേർഷനോട് നീ കേൾക്കണം. 2 ദിവസത്തിന് മുമ്പ് നിന്നോട് അങ്ങനെയൊക്കെ ചെയ്തല്ലോ, ഞാനൊരു കാട്ടാളനാണെന്ന് തോന്നുന്നു. പക്ഷെ എൻ്റെ വേർഷൻ നീ കേൾക്കണം. ഒരു സംഭവത്തിൻ്റെ പല ആളുകളുടെ വേർഷൻ പല രീതിയിലായിരിക്കും. ഇപ്പോൾ ജാപ്പനീസ് ഫിലിമായ റാഷോമോൻ എന്ന് പറയുന്ന സിനിമയുണ്ട്, അക്കിര കുറോസവ ഡയറക്റ്റ് ചെയ്ത. അതിലെ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ പലരുടെ കാഴ്ചപ്പാടിലൂടെയാണ് അവതരിപ്പിക്കുന്നത്. അപ്പോൾ അങ്ങനെ അത് ഇന്നിപ്പം ജേർണലിസ്റ്റിലൊക്കെ ഉപയോഗിക്കുന്ന റാഷോമോൻ തിയറി എന്ന് തന്നെ വന്നിട്ടുണ്ട്. ഒരു സംഭവത്തെ പലരുടെ കാഴ്ചപ്പാടിലൂടെ അവതരിപ്പിക്കുന്നതിനാണ് റാഷോമോൻ തിയറി എന്ന് പറയുന്നത്. ഇപ്പോൾ കമൽഹാസൻ്റെ വീരുമാണ്ടി എന്ന് പറയുന്ന സിനിമയിൽ അങ്ങനെ ഒരു കാര്യം, ചില മലയാള സിനിമകളും ഉണ്ട്. ഇറ്റ് വാസ് ഇൻ ദി മോർണിംഗ്. 2 ദിവസങ്ങൾക്ക് മുമ്പ് നീയും നിൻ്റെ സുഹൃത്തുക്കളും വീട്ടിലെത്തിയത് ഞാൻ ഓർക്കുന്നു. ഇറ്റ് വാസ് ഇൻ ദി മോർണിംഗ് ദാറ്റ് യു ലാൻഡഡ് അറ്റ് മൈ ഡോർ സ്റ്റെപ്പ് വിത്ത് യുവർ ക്രോണീസ് ഫ്രണ്ട്സ് ദാറ്റ് ഡേ. 2 ദിവസങ്ങൾക്ക് മുമ്പ് നീയും നിൻ്റെ സുഹൃത്തുക്കളും നീയും നിൻ്റെ സംഘാംഗങ്ങളും ഒരു ദിവസം രാവിലെയാണ് എൻ്റെ വീട്ടുപടിക്കലെത്തിയത്. When I answered the door, when I opened the door, you and your gang began talking all at once like a floodgate thrown open. ഞാൻ വാതിൽ തുറന്ന ഉടനെ നീയും നിൻ്റെ സംഘവും നിൻ്റെ കൂട്ടുകാർ ഏതാണ്ട് മലവെള്ളപ്പാച്ചിൽ പോലെ, അല്ലെങ്കിൽ അണ തുറന്നു വിട്ടതുപോലെ, ഡാം തുറന്നു വിട്ടതുപോലെ എന്തൊക്കെയോ പറഞ്ഞു, ശീഘ്രഗതിയിൽ പറഞ്ഞു. എന്തായാലും ഐ വാസ് somewhat taken aback. Taken aback means surprised at first. ആദ്യം എനിക്ക് വല്ലാത്ത അമ്പരപ്പ് തോന്നി നിങ്ങളുടെ സംസാരം കേട്ടപ്പോൾ. But could make out understand 2 things from all your drivel means nonsense talk. നിങ്ങളുടെ വിഡ്ഢിത്തപൂർണമായ സംഭാഷണത്തിൽ നിന്നും 2 കാര്യങ്ങൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. ഒന്ന്, മൈ സിസ്റ്റേഴ്സ് ഇൽനെസ് ആഡ് ടേക്കൺ എ ടേൺ ഫോർ ദി വേഴ്സ്. ഒന്നാമത്തെ കാര്യം, എൻ്റെ ഇളയ സഹോദരിയാണ്. അപ്പോൾ അച്ഛനും അമ്മയും അവളുമൊക്കെ നല്ല കറുത്ത് കരിങ്കുരങ്ങ് പോലെയുള്ള രൂപങ്ങളാണ്. പക്ഷെ ഞാൻ ഐ ആം സംവാട്ട് വൈറ്റ്. ഐ ആം വൈറ്റർ ഇൻ കോംപ്ലക്ഷൻ. എൻ്റെ നിറം എന്ന് പറയുന്നത് ഏതാണ്ടൊരു വെളുപ്പാണ് എൻ്റെ നിറം. അപ്പോൾ കുട്ടിക്കാലത്തെ പഠിക്കാൻ മിടുക്കനായതുകൊണ്ട് ഞാൻ പഠിച്ചു. ചെറുക്കുടിൻ്റെ കുട്ടിക്കാലത്ത് തന്നെ അച്ഛൻ മരിച്ചു. അതിനുശേഷം അമ്മയും എൻ്റെ ഈ സഹോദരിയും കശുവണ്ടി ഫാക്ടറി പോയി വളരെ കഷ്ടപ്പെട്ടാണ് എന്നെ പഠിപ്പിച്ചത്. ഞാൻ ഓർക്കുന്നു, ഞാൻ തിരുവനന്തപുരത്ത് യൂണിവേഴ്സിറ്റി കോളേജിൽ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ ഒഴിവ് ദിവസങ്ങളിൽ വീട്ടിലെത്തുമ്പോൾ തിരിച്ചു പോകാൻ എൻ്റെ സഹോദരി ഒരു പിടി നാണയത്തുട്ടുകളും മുഷിഞ്ഞ നോട്ടുകളും എൻ്റെ കയ്യിലും, അണ്ണാ ഇത് കൊണ്ടുപോകണേ, ഹോസ്റ്റലിലെ ആഹാരം അണ്ണനത്ര പിടിക്കത്തില്ലല്ലോ, വല്ലപ്പോഴുമൊക്കെ പുറത്ത് പോയി വല്ല ബീഫോ മുട്ടയൊക്കെ മീനോ ഒക്കെ വാങ്ങിച്ച് കഴിക്കണേ എന്ന് പറഞ്ഞ് ഈ സഹോദരി കഷ്ടപ്പെട്ട് കശുവണ്ടിക്കറ പുരണ്ട കൈകളുണ്ട്. ആ മുഷിഞ്ഞ നോട്ടുകളും ചില്ലറയൊക്കെ എടുത്തു തരുന്നത് എനിക്ക് ഓർമ്മയുണ്ട്. എൻ്റെ അമ്മയുടേതും കഷ്ടപ്പാട് നിറഞ്ഞ ജീവിതമായിരുന്നു. പക്ഷെ അവർ അല്ലെന്നും അറിയിക്കാതെ എന്നെ വളർത്തി. എൻ്റെ സമുദായത്തിൽപ്പെട്ട അതിസുന്ദരിയായ ഒരു സ്ത്രീ, വീട്ടിൽ ജോലി ഉണ്ടായിരുന്ന ഒരു സ്ത്രീയെ വിവാഹം കഴിച്ചു. ഞങ്ങൾക്കിപ്പോൾ 12-13 വയസ്സുള്ളൊരു മകളുണ്ട്. സ്വസ്ഥം നല്ല ക്വാർട്ടേഴ്സിൽ എല്ലാ
അധികൃതരല്ല, ഉന്നത ജാതിക്കാർ താമസിക്കുന്ന ഒരു ക്വാർട്ടേഴ്സിൽ സുഖമായി താമസിക്കുന്നു. ഞാൻ ഒരു നിമിഷം ഓർമ്മിച്ചു. ഒന്നാമത്തെ കാര്യം ഇതാണ്, എൻ്റെ സഹോദരിയുടെ രോഗം ഒരു വല്ലാണ്ടായി. അവൾ ടൗണിലൂടെയൊക്കെ എന്ന് പറഞ്ഞാൽ ആവശ്യത്തിന് വസ്ത്രങ്ങൾ ധരിക്കാതെ ഇറങ്ങി നടക്കാൻ തുടങ്ങി. അപ്പോൾ പഞ്ചായത്ത് മെമ്പർ കൂടിയായ എൻ്റെ സുഹൃത്ത് മറ്റാളുകളുടെ സഹായത്താൽ ഒരു ടാക്സി അറേഞ്ച് ചെയ്ത് കൊണ്ടുവന്നിരിക്കുകയാണ്. ഞാൻ അമ്പലമുക്കിലാണ് താമസിക്കുന്നത്. 1.5 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ പേരൂക്കടയിലുള്ള ഊളമ്പാറ എന്ന് പറയുന്ന സ്ഥലത്തെ ഗവൺമെൻറ് മെൻ്റൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യാൻ കഴിയും. ആരും കൂടെ നിൽക്കേണ്ട കാര്യമില്ല. അവിടെ ക്ലോസ്ഡ് വാർഡുണ്ട്. ക്ലോസ്ഡ് വാർഡെന്ന് പറഞ്ഞാൽ എല്ലാ രോഗികളെയും കൂടെ ഒരുമിച്ച് അങ്ങിടും. ഒരു മുഷിഞ്ഞ ഡ്രസ്സും ധരിച്ച് വിസർജ്യങ്ങളുമൊക്കെ വാരി എറിഞ്ഞ് കൊടുക്കുന്ന ആഹാരമൊക്കെ കഴിച്ച് അതിൽ വയലൻ്റായ ആൾക്കാരുമുണ്ട്, സൈലൻ്റായ ആൾക്കാരുണ്ട്. ഒരു 10-40 പേരെ ഒരുമിച്ച് ഒരു ഹാള് പോലെ ഇടത്തങ്ങ് പൂട്ടിയിട്ടിരിക്കുകയാണ്. വളരെ വൃത്തിഹീനമായ നികൃഷ്ട ജന്മങ്ങൾ പോലെയാണ് അവർ കഴിഞ്ഞുകൂടുന്നത്. പിന്നെ അല്ലാത്ത വാർഡുകളിൽ നിൽക്കണമെന്നുണ്ടെങ്കിൽ ബൈസ്റ്റാൻഡർ നിർബന്ധമാണ്. ഇപ്പോൾ ഇവിടെ ബൈസ്റ്റാൻഡറില്ല. ഈ സഹോദരൻ പോയി നിൽക്കത്തില്ല. ഈ സഹോദരനാണെങ്കിൽ ഈ സഹോദരി ഏതെങ്കിലും പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവിടെ ശാസ്ത്രമംഗലത്തിലുള്ള നല്ല പ്രശസ്തമായ മെൻ്റൽ ഹോസ്പിറ്റലുണ്ട്. അവിടെയൊക്കെ കൊണ്ടുപോയി ചികിത്സിക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ ഹീ ഈസ് നോട്ട് റെഡി ഫോർ ദാറ്റ്. എന്തോ അതിനൊന്നും ഈ സഹോദരൻ ഇപ്പം തയ്യാറല്ല. അപ്പോൾ ഒന്നാമത്തെ കാര്യം, അവൾ അസുഖം വളരെ കൂടിപ്പോയി. രണ്ടാമത്, ഐ മസ്റ്റ് ഗെറ്റ് ഹെർ അഡ്മിറ്റഡ് ടു ദി നിയറസ്റ്റ് മെൻ്റൽ ഹോസ്പിറ്റൽ. ഞാനവിടെ ചെന്ന് ഉത്തരവാദിത്തപ്പെട്ട ഒരാൾ കുടുംബത്തിൽ അങ്ങുണ്ടെങ്കിൽ അത്രയും നല്ലതാണ്. ഇപ്പോൾ പഞ്ചായത്ത് മെമ്പർ എന്നുള്ള രീതിയിൽ അവിടെ അഡ്മിറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ കുടുംബാംഗം പോയി അദ്ദേഹത്തിൻ്റെ സിഗ്നേച്ചർ കൂടി ഉണ്ടെങ്കിൽ ആശുപത്രിയിൽ എന്തെങ്കിലും അത്യാഹിതങ്ങൾ സംഭവിച്ചാൽ ദേ ഹാവ് എ സെക്യൂരിറ്റി. അതുകൊണ്ട് ഞാനോടി 1.5 കിലോമീറ്റർ അപ്പുറത്തുള്ള ഊളമ്പാറയിൽ ചെല്ലണം, ഞാൻ കൂടെ അഡ്മിറ്റ് ചെയ്യണം. അതാണ് അവരുടെ ഉദ്ദേശം. ഞാൻ കൂടെ ചെല്ലണം അഡ്മിറ്റ് ചെയ്യാൻ സഹായിക്കാനായിട്ട്. ഐ റിമെമ്പർ മൈ റെസ്പോൺസ് ക്വൈറ്റ് വെൽ. ഞാൻ നിങ്ങളോട് നടത്തിയ പ്രതികരണം എനിക്ക് ഓർമ്മയുണ്ട്. ഞാൻ പറഞ്ഞു വന്ന യു സപ്പോസ് യു ആൻ ഐ ഡു. ഇതെന്താ, എൻ്റെ സഹോദരിയുടെ രോഗം എനിക്ക് അറിഞ്ഞൂടെ? അവൾ പുറത്തോട്ടൊക്കെ വന്നാൽ അവൾ തിരിച്ച് വൈകുന്നേരം വീട്ടിൽ പൊക്കോളൂ, അല്ലെങ്കിൽ അവളങ്ങ് വീട്ടിൽ തിരിച്ച് കയറി പൊക്കോളൂ. നിങ്ങൾ ഇതിപ്പം പിടിച്ചു കെട്ടിയൊന്നും ഇങ്ങനെ ചങ്ങലക്കിട്ട് കൊണ്ടുവരേണ്ട കാര്യമില്ലായിരുന്നു. ഇത് യു സപ്പോസ് യു നോ more about my sister's illness than I do, than I understand. I had said, but I am certain that it is not her but the lot of you. ഞാൻ പറഞ്ഞു, ഒരു കാര്യം ഉറപ്പാ, എൻ്റെ സഹോദരിക്കല്ല, നിങ്ങൾക്കാ. who ran from pillar to post. ചുമ്മാതെ ടൗണിലെല്ലാം ഓടി കിടന്ന ആളുകളുടെ നിന്ന് പൈസയും പിരിച്ച് പൂളിങ് മണി, കളക്ടിങ് മണി ആൻഡ് ടേണിങ് അപ്പ് ഹിയർ. എനിക്ക് സ്കൂളിൽ പോകുന്ന സമയമായി. ടേണിങ് അപ്പ് ഹിയർ മീൻസ് കമ്മിങ് ഹിയർ. കാർ ആൻഡ് ഓൾ ദാറ്റ് ഹാസ് ഗോൺ മാഡ്. നിങ്ങളിങ്ങനെ ടൗണിൽ ഓടി നടന്ന ആളുകളുടെ നിന്ന് പിരിവും എടുത്ത് കാറും വിളിച്ച് എൻ്റെ സഹോദരിയെ ചങ്ങലക്കിട്ട് ഇവിടെ കൊണ്ടുപോകാൻ നിങ്ങൾക്കാണ് ഭ്രാന്ത്. അവൾക്കല്ല. അവൾ ഇറങ്ങി നടന്നാൽ അവളങ്ങ് വീട്ടിൽ കയറി പൊക്കോളും. അമ്മയുണ്ട് അവിടെ. That was when you pointed to my sister in the car parked outside. എപ്പോഴാണ് ഞാനിങ്ങനെ പറഞ്ഞത്? നിങ്ങളെൻ്റെ സഹോദരിയെ ചൂണ്ടിക്കാണിച്ചപ്പോൾ, പുറത്ത് പാർക്ക് ചെയ്തിരിക്കുന്ന കാറിലിരിക്കുന്ന എൻ്റെ സഹോദരിയെ ചൂണ്ടിക്കാണിച്ചപ്പോൾ അവളെന്ത് ചെയ്യുക? സ്ക്രീമിങ് ഫോർ ഹെർ ചെയിൻസ് ടു ബി അൺഷാക്കിൾഡ്. അവളുടെ കയ്യിൽ കെട്ടിവെച്ചിരിക്കുന്ന ചങ്ങല ഒന്ന് അഴിച്ചു കൊടുക്കാൻ ആവശ്യപ്പെടുക. ചേട്ടാ ഈ ചങ്ങല ഒന്ന് അഴിച്ചതാ ചേട്ടാ, ഞാൻ എങ്ങോട്ടെങ്കിലും പോയി ജീവിച്ചോളാം, ഈ ചങ്ങല ഒന്ന് അഴിച്ചു കേട്ടാ പ്ലീസ്, ഇതൊന്ന് ചങ്ങല ഒന്ന് അഴിച്ചു കേട്ടാ, ഞാൻ എങ്ങോട്ടെങ്കിലും പോയി ജീവിച്ചോളാം. കരഞ്ഞോണ്ടിരിക്കുന്നു സഹോദരി. സ്ക്രീമിങ് ഫോർ ഹെർ ചെയിൻസ് ടു ബി അൺഷാക്കിൾഡ്. കേട്ടോ, ഒന്നഴിച്ച കേട്ടോ, എങ്ങോട്ടെങ്കിലും പോയി ജീവിച്ചോളാം. ഐ ഇൻസിസ്റ്റഡ്. ഞാൻ എപ്പോഴും പറഞ്ഞു. എന്താ പറഞ്ഞത്? ഐ ഡോണ്ട് സീ എ തിങ്. ഞാൻ ആരെയും കാണുന്നില്ലല്ലോ. എവിടെ കാറ്? എവിടെ എൻ്റെ സഹോദരി? And although your next question pained and incredulous one, that it was made me turn a shade pale. പക്ഷെ നിങ്ങൾ എന്നോട് ആ സമയത്ത് ചോദിച്ചൊരു ചോദ്യം ഉണ്ടല്ലോ, ഇറ്റ് വാസ് ഇൻക്രെഡുലസ്, അൺബിലീവബിൾ ആൻഡ് പെയിൻഡ്. എന്നെ ഒരുപാട് വേദനിപ്പിച്ചു. എന്താണ് ചോദ്യം എന്ന് പറയുന്നത്? ഒരുപക്ഷെ അല്പം അശ്ലീലം കലർന്ന അല്ലെങ്കിൽ തെറി കലർന്ന ചോദ്യമായിരിക്കും. അപ്പോഴവർ ഈ സഹോദരനോട് ചോദിച്ചിട്ടുണ്ടാകുക. ആൻഡ് മെയ്ഡ് മീ ടേൺ എ ഷെയ്ഡ് പെയിൽ. എന്നെ അല്പം ഒന്ന് വിളറി. മൈ ഫേസ് വെൻറ്റ് പെയിൽ ഹിയറിങ് ദാറ്റ് ക്വസ്റ്റ്യൻ. ദെൻ ഐ സ്ലാംഡ് ദി ഡോർ ഷട്ട്.
ഞാൻ വാതിൽ വലിച്ചടച്ചു. ശല്യങ്ങൾ വന്നിരിക്കുക രാവിലെ മെനക്കെടുത്ത എൻ്റെ ജീവിതം തകർക്കാനായിട്ട്. ഒരു കറുത്ത ഭ്രാന്തി, ഒരു കിഴവിത്തള്ളേ. ഇവരങ്ങ് തീരുന്നതുമില്ലല്ലോ, എനിക്കൊരു സ്വച്ഛത കിട്ടുന്നില്ലല്ലോ. I slammed the door shut rather dramatically and managed to save my skin. I was able to save my skin. ഞാൻ അങ്ങനെ എൻ്റെ ആത്മാഭിമാനം കുറേ രക്ഷിച്ചു. അല്ലെങ്കിൽ അവരുടെ ഈ സംസാരം കേൾക്കുമ്പോൾ അടുത്ത ക്വാർട്ടേഴ്സിലെ ആളുകളൊക്കെ ഉണർന്നെഴുന്നേൽക്കുന്നുണ്ട്. അവർ ശ്രദ്ധിക്കും, അവർ നോക്കും, അവർ മനസ്സിലാക്കും ഈ കറുത്ത ഭ്രാന്തി എൻ്റെ സഹോദരിയാണെന്ന് മനസ്സിലാക്കും. പിന്നെ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. അപ്പോൾ അവിടെ നാട്ടിലും അതുപോലെ ക്വാർട്ടേഴ്സിലും ഒക്കെ കൃഷ്ണൻകുട്ടി മാഷ് എന്ന് പറഞ്ഞൊരു വിലയുണ്ട്. ഞാൻ ഒരു അധകൃതരാണെന്ന് അവർ ധരിച്ചിട്ടില്ല. ദേ തിങ്ക് ദാറ്റ് ഐ ബിലോങ് ടു എ ഹൈ കാസ്റ്റ്. ഞാൻ മാത്രമല്ല, എൻ്റെ കുടുംബം ഉയർന്ന ജാതിയിൽപ്പെട്ടവരാണെന്നാണ് കരുതിയിരിക്കുന്നത്. ഇവരുടെയൊക്കെ പ്രസൻസ് വിൽ പ്രൂവ് ദാറ്റ് ഐ ബിലോങ് ടു എ ലോവർ കാസ്റ്റ്. അധകൃത വർഗത്തിൽപ്പെട്ടതാണെന്ന് ഇവരുടെയൊക്കെ പ്രസൻസ് തെളിയിക്കും. എങ്ങനെയെങ്കിലും ജീവിച്ചു പോകാൻ സമ്മതിക്കത്തില്ല ഇവർ. അപ്പോൾ ചില ആളുകൾക്കെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ജാതി മോശമായി കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പം അച്ഛൻ്റെ അമ്മയുടെയും ജാതി, ഈ താഴ്ന്ന ജാതിയിൽപ്പെട്ട ആളുകൾക്കൊക്കെ ചിലപ്പം വെളിപ്പെടുത്താൻ അല്ലെങ്കിൽ അവരുടെ തന്നെ ജാതി പറയാൻ ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പം എനിക്കറിയാവുന്ന എൻ്റെ സുഹൃത്തായ ഒരു വില്ലേജ് ഓഫീസർ ഒരിക്കൽ പറഞ്ഞതാണ്, അപ്പം അച്ഛനും അമ്മയും കുടുംബം അധകൃത ദളിത് വർഗ്ഗക്കാരാണ്. അച്ഛൻ്റെ അമ്മയുടെയും SLC ബുക്കിൽ എന്ന് പറഞ്ഞാൽ ആ പഴയ ജാതിപ്പാരെ എഴുതിയിരിക്കുന്നു. അപ്പം അവർക്കിപ്പോൾ അവരുടെ മകൾക്ക്, അവരുടെ ഏക മകൾക്ക് +1 ചേരുമ്പോൾ കൊടുക്കാനായിട്ട് ജാതി സർട്ടിഫിക്കറ്റ് വേണം. അതിൽ പുതിയ ജാതി പേര് ചേർക്കണം. ഇപ്പോഴത്തെ പേരെന്ന് പറഞ്ഞാൽ സിദ്ധനർ, സാംബവർ, ചേരമർ എന്നൊക്കെയാണ് പുതിയ പേരുകൾ. അപ്പം സാംബവർ എന്നുള്ള പേര് കൊടുക്കണം. അങ്ങനെ വില്ലേജ് ഓഫീസർ പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല. അങ്ങനെ വഴക്കായി വക്കാണമായി രാഷ്ട്രീയക്കാർ ഇടപെട്ടു. അവസാനം സാംബവർ എന്നുള്ള സർട്ടിഫിക്കറ്റ് കൊടുത്തു. അപ്പം പഴയ പേരെന്ന് പറഞ്ഞാൽ ആനുകൂല്യങ്ങളൊക്കെ വേണം, പക്ഷേ പഴയ പേരെന്ന് പറഞ്ഞാൽ ഈ നാണക്കേടാണെന്ന് അവരുടെ ഒരു വിശ്വാസം എന്ന് പറയുന്നത്. അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അങ്ങനെ ഒരു അവകാശബോധത്തിൻ്റെ കാര്യമുണ്ടോ? ഇദ്ദേഹം അയ്യപ്പൻ തന്നെ അങ്ങനെയുള്ളൊരു കാര്യമാണ് അവിടെ പറയുന്നത്. അപ്പം അച്ഛൻ്റെ അമ്മയുടെയും പേരുകളൊക്കെ, ഇപ്പം അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ പേര് ചോതി എന്നാണ്, അമ്മയുടെ പേര് കുറുമ്പ എന്നാണ്. അപ്പം അങ്ങനെയൊക്കെയുള്ള ചില പേരുകളെന്ന് പറഞ്ഞാൽ അത് വെളിപ്പെടുത്താൻ തന്നെ ഒരു അപമാനമായിട്ട് കരുതുന്ന ആളുകളുണ്ട്. അത് ഉയർന്ന ജാതിയിലും ഉണ്ട്. അപ്പം എനിക്കറിയാവുന്ന ഒരു കാര്യം, ഒരിക്കൽ എൻ്റെ ഒരു സുഹൃത്ത്, എൻ്റെ അച്ഛൻ കർഷകനാണ്. അദ്ദേഹം കാളച്ചന്തയിൽ പോയി, മുഷിഞ്ഞ വേഷം, കൈരിയും മുഷിഞ്ഞ ഷർട്ടും ഒക്കെ ആയിരുന്നു വേഷം. അപ്പോൾ അവിടെ കാളച്ചന്തയുടെ അടുത്താണ് അദ്ദേഹത്തിൻ്റെ ഒരു മകൻ പോസ്റ്റ് ഓഫീസിൽ ക്ലർക്കായിട്ട് ജോലി ചെയ്യുന്നത്. അപ്പോൾ കുറച്ചൊരു 10-20 കിലോമീറ്റർ അകലെയാണ്. അപ്പോൾ അവിടം വരെ നടന്നു പോയി, വേർത്ത് കുളിച്ച് നടന്നു പോയി. അവിടം വരെ ചെന്ന് മകനെ കൂടെ കണ്ടിട്ട് വരാൻ കരുതി പോസ്റ്റ് ഓഫീസിലോട്ട് ചെന്നു. അപ്പോൾ മകൻ ദേഷ്യപ്പെട്ട് ചോദിച്ചു, എന്തിനാ വന്നത്? അല്ല, നിന്നെ ഒന്ന് കാണാനാ. കണ്ടല്ലോ, ഒന്നപ്പിക്കും. അകത്തേക്ക് കയറിപ്പോയി. അപ്പോൾ ഇത് അധകൃത വർഗത്തിൽപ്പെട്ട കാര്യമൊന്നുമല്ല, ഉയർന്ന ജാതിയിൽപ്പെട്ട ഒരു കുടുംബത്തിലെ കാര്യമാണ് ഈ പറഞ്ഞത്, സംസാരിച്ചത്. അപ്പോൾ ഇങ്ങനെയൊക്കെ പല രീതിയിൽ ആളുകൾ, പീപ്പിൾ ഹാവ് റോങ് നോഷൻസ് അബൌട്ട് ദെയർ കാസ്റ്റ് ആൻഡ് പൊസിഷൻ സൊസൈറ്റി. അതൊക്കെയാണ് വലിയ കാര്യങ്ങൾ. മനുഷ്യനായിട്ട് ജീവിക്കാനല്ലേ. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. അച്ഛനും അമ്മയ്ക്കും സൗന്ദര്യമില്ല, അപ്പം വേഷം മോശമാണ്. ഇപ്പോൾ ചില കോളേജിലൊക്കെ മീറ്റിംഗ് നടക്കുമ്പോൾ അച്ഛനും അമ്മയും ചെന്ന് കഴിഞ്ഞാൽ അവരുടെ ഡ്രസ്സ് മോശമാണെങ്കിൽ ഈ മക്കൾ എന്ന് വഴക്ക് പറയും. ആൺമക്കളാണെന്നുണ്ടെങ്കിൽ ഇത് തള്ളയൊരു കാര്യം പറഞ്ഞാൽ എന്നെ ആക്ഷേപിക്കരുത്, ഞാൻ കോളേജിൽ പോകത്തില്ല. മുഷിഞ്ഞ ഒരു സാരിയും അതിനോട് യോജിക്കാത്തൊരു ബ്ലൗസും ഒക്കെ ഇട്ട് ഒരു മാല പോലും, ഒരു ഇമിറ്റേഷൻ മാല പോലും ഇടാതെ വന്നിരിക്കുക. അപ്പോൾ ഇതേ രീതിയിലാണ് പെൺമക്കളും ആൺമക്കളും ഒക്കെ അച്ഛനമ്മമാരെ ശകാരിക്കാറുള്ളത്. സോ ദിസ് ഈസ് ദ വേ ഇൻ വിച്ച് ദി വേൾഡ് ഈസ് മൂവിങ്. ഇവിടെ വാതിലടച്ചു. സോ ഇയാളകത്ത് കയറി. അവരങ്ങ് പോയി. അവർ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യാൻ കൊണ്ടുപോയി. അവരവിടെ എന്തെങ്കിലും പറഞ്ഞ മെമ്പർ എന്നുള്ള രീതിയിൽ ഉളമ്പാറയിലെ മെൻ്റൽ അസൈലത്തിൽ, ഗവൺമെൻറ് മെൻ്റൽ ഹോസ്പിറ്റലിൽ ആ ക്ലോസ്ഡ് വാർഡിൽ ആരും നിൽക്കേണ്ടാത്ത, ബൈസ്റ്റാൻഡർ നിൽക്കേണ്ടാത്ത വാർഡിൽ അടച്ചിട്ട് അവരങ്ങ് പോകും. അത്ര തന്നെ. Own incident, this only incident hardened all your notions and ideas about me upside down. ഒരുപക്ഷെ ഈ ഒരു സംഭവം സുഹൃത്തായ നിൻ്റെയും കൂടെ വന്ന ആളുകളുടെയൊക്കെ എന്നെക്കുറിച്ചുള്ള ചിന്തയെ തകിടം മറിച്ച് കാണും. ഹാസൻറ്റ് ഇറ്റ് ഇല്ലേ? എനിക്കറിയാം. നോ ഡൗട്ട് യു ബിലീവ് ദാറ്റ് മൈ ബിഹേവിയർ ദാറ്റ് ഡേ വാസ് ഷിയർ സേവേജറി. എനിക്ക് ഒരു സംശയമില്ല,
എൻ്റെ അന്നത്തെ ആ രാവിലത്തെ ആ പെരുമാറ്റം തനി കാടത്തമാണെന്നായിരിക്കും, സാവേജറി, ക്വൈറ്റ് അൺസിവിലൈസ്ഡ് കാടത്തമാണെന്നായിരിക്കും നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവുക. എനിക്ക് അശേഷ സംശയമില്ല. യു മേ ഈവൻ കുറ്റപ്പെടുത്തുക ദാറ്റ് ഐ ഹാഡ് ഫർഗോട്ടൻ മൈ ഒറിജിൻസ്. ഒരുപക്ഷെ നിങ്ങൾ എന്നെ ഇങ്ങനെയും കുറ്റപ്പെടുത്തുക. ഞാൻ എൻ്റെ വേരുകൾ ഞാൻ മറന്നു. എൻ്റെ സഹോദരിയും അമ്മയും ആ വേരുകളെ ഞാൻ മറന്നു എന്ന് കുറ്റപ്പെടുത്തിയേക്കാം. വാട്ട് വിത്ത് എ ഡീസൻറ്റ് ജോബ് അണ്ടർ മൈ ബെൽറ്റ്. ഇപ്പോൾ എനിക്ക് എന്താ ഉള്ളത്? അധ്യാപകൻ, ഹൈസ്കൂൾ അധ്യാപകൻ എന്ന് പറയുന്നൊരു നല്ല ജോലി. ആൻഡ് ഗുഡ് ലുക്കിംഗ്, നല്ല അതീവ സുന്ദരിയായ, ഒരിക്കലും അധകൃതിയാണെന്ന് പറയാത്ത വെൽ എംപ്ലോയിഡ് വൈഫ്. സെക്രട്ടേറിയറ്റിൽ ഇപ്പോൾ സെക്ഷൻ ഓഫീസർ, ഗസറ്റഡ് പോസ്റ്റിലുള്ള ഫസ്റ്റ് ഗസറ്റഡ് പോസ്റ്റായ സെക്ഷൻ ഓഫീസറായിട്ട് ജോലി ചെയ്യുന്ന എൻ്റെ ഭാര്യ. Now I have no comment to make. Truth be told, dear friend, truth be told, even I couldn't understand why I behaved that way. സത്യം പറഞ്ഞാൽ I couldn't understand why I behaved that way. ഞാൻ എന്തുകൊണ്ടാണ് ആ രീതിയിൽ പ്രതികരിച്ചത്, നിങ്ങളുടെ മുമ്പിലേക്ക് വാതിൽ കുട്ടി അടച്ചത് എന്താണ് എനിക്ക് മനസ്സിലാകുന്നില്ല. എൻ്റെ സഹോദരി ഒരു നോക്കാൻ എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഐ വാസ് റേദർ ഇൻ ഏവ് ഓഫ് മൈ സ്മാർട്ട്നെസ്. സത്യം പറയാമല്ലോ, വെൻ ഐ ഡിഡ്, ഞാൻ അങ്ങനെ ചെയ്തപ്പോൾ ഐ വാസ് ഇൻ റെസ്പെക്റ്റ്. ഇവിടെ ഏവ് ഫിയർ എന്നർത്ഥമുണ്ട്, ഇവിടെ റെസ്പെക്റ്റ് ഓഫ് മൈ സ്മാർട്ട്നെസ് ആൻഡ് കുഡൻറ്റ് ഹെൽപ്പ് കൺഗ്രാജുലേറ്റിംഗ് മൈസെൽഫ്. സ്വയം അഭിനന്ദിക്കാതിരിക്കാനും കഴിഞ്ഞില്ല. ഹെൽപ്പ് കൺഗ്രാജുലേറ്റിംഗ് കഴിഞ്ഞില്ല, അഭിനന്ദിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല എന്നാണ്. ഹെൽപ്പ് ലാഫിങ്, ചിരിക്കാതിരിക്കാൻ കഴിയുന്നില്ല. അങ്ങനെ ഹെൽപ്പ് കൺഗ്രാജുലേറ്റിംഗ് മൈസെൽഫ്. യു ഡോണ്ട് ഗെറ്റ് ഇറ്റ്, ഡു യു? എൻ്റെ സുഹൃത്തെ, നിങ്ങൾക്കിത് മനസ്സിലായോ? ഹൗ യു എവർ തോട്ട് ഓഫ് വാട്ട് വുഡ് ഹാവ് ഹാപ്പൻ ടു മീ ഇഫ് ഐ ഹാഡ് ഡൺ യുവർ ബിഡ്ഡിങ്? ഡിയർ ഫ്രണ്ട്, നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ വാട്ട് വുഡ് ഹാവ് ഹാപ്പൻ ടു മീ, എനിക്കെന്ത് സംഭവിക്കുമായിരുന്നുവെന്ന്? ഇഫ് ഐ ഹാഡ് ഡൺ യുവർ ബിഡ്ഡിങ്, നിങ്ങൾ പറഞ്ഞതുപോലെ ഞാൻ അനുസരിച്ചിരുന്നെങ്കിൽ. ഡിയർ ഫ്രണ്ട്, suppose I had come with you to the mental asylum, which by the way is very far from the quarters. ഒരുപക്ഷെ ഞാൻ ആ സമയത്ത് നിങ്ങൾ പറഞ്ഞ അനുസരിച്ച് ഊളമ്പാറയിലുള്ള മെൻ്റൽ ഹോസ്പിറ്റലിലേക്ക് വന്നിരുന്നുവെങ്കിൽ, ഇറ്റ് ഈസ് വെരി ഫാർ ഫ്രം ദി ക്വാർട്ടേഴ്സ്. ഇവിടെ നിന്ന് 1.5 കിലോമീറ്ററേ ഉള്ളൂ. ഈ അമ്പലമുക്ക് ജംഗ്ഷനിൽ നിന്ന് 1.5 കിലോമീറ്ററേ ഉള്ളൂ. ഈസ് വെരി ഫാർ ഫ്രം ദി ക്വാർട്ടേഴ്സ് വേറെ സ്റ്റേ. ഞാൻ താമസിക്കുന്ന ക്വാർട്ടേഴ്സിൽ നിന്ന് വളരെ ദൂരെയല്ല. ദർ ഈസ്, അങ്ങനെ വന്നിരുന്നെങ്കിൽ, ദർ ഈസ് മോർ ദാൻ എ ഫെയർ ചാൻസ് ദാറ്റ് ദ റെസിഡൻസ് ഹിയർ വുഡ് ഹാവ് ഗോട്ട് വിൻഡ് ഓഫ് ഇറ്റ്. അങ്ങനെയാണെങ്കിൽ എന്തായാലും ഇവിടെ താമസിക്കുന്ന ഉയർന്ന വർഗത്തിലുള്ള ആളുകൾ, നല്ല ഉദ്യോഗസ്ഥരായ ആളുകൾ, അവരെങ്ങനെയെങ്കിലും ഇത് മണത്തറിയും, ഈ സംഭവം അവരറിയും. ഇനി ഇഫ് നോട്ട് എനിവൺ എൽസ്, ഇനി ആരും അറിഞ്ഞില്ലെങ്കിൽ തന്നെ അപ്പുറത്തെ കൊറിയേഴ്സ് താമസിക്കുന്ന ഒരാളുണ്ടല്ലോ, ദി റൈറ്റർ, എഴുത്തുകാരൻ, സാഹിത്യകാരൻ, ദി വൺ ഹു ഓൾവേസ് ലിവ്സ് ദി ഹോൾ ചങ്ക്സ് പീസസ് ഫ്രം അവാർഡ് വിന്നിങ് വർക്ക്സ് ടു ഹിസ് സ്റ്റോറീസ്. അവാർഡ് ലഭിക്കുന്ന കഥകളിൽ നിന്ന് ഓരോരോ തീമും മറ്റു കാര്യങ്ങളും വാചകങ്ങൾ പോലും അടിച്ചു മാറ്റുന്ന, അവൻ്റെ കഥയിൽ ഉൾപ്പെടുത്തുന്ന ആ സാഹിത്യകാരനുണ്ടല്ലോ, ഈ ഷുവർ ടു സ്നിഫിറ്റ് ഔട്ട് ഇൻ നോ ടൈം അറ്റ് ഓൾ. വളരെ പെട്ടെന്ന് തന്നെ അവനത് ഗ്രഹിച്ചെടുക്കും. അവനെന്ന് പറഞ്ഞാൽ എല്ലാവരുടെ കാര്യങ്ങൾ ഒബ്സർവ് ചെയ്ത് ഇങ്ങനെ ഒളിഞ്ഞ് പതിഞ്ഞിരിക്കുന്ന ഒരാളിനെ പോലെയാണ്. പോക്കർ രാജ സിനിമയിലെ സലീം കുമാറിനെ പോലെ മറ്റുള്ളവരുടെ കാര്യങ്ങൾ ചൂഴ്ന്നെടുക്കുന്ന കാര്യത്തിൽ വിദഗ്ധനാണ്. ദിസ് ഈസ് ഇനഫ് ഫോർ ദി എൻ്റയർ നെയ്ബർഹുഡ് ടു ബസ്. ഇത് കേട്ടാൽ മതി, അവനറിഞ്ഞാൽ പിന്നെ എല്ലാവരും അറിയും. ഈ കോളനിയിലുള്ള എല്ലാവരും, ഈ റെസിഡൻസ് അസോസിയേഷനിലുള്ള എല്ലാവരും അറിയും. കൃഷ്ണൻ മാഷ്, നിങ്ങൾ അറിഞ്ഞ ഒരു കാര്യം, കൃഷ്ണൻ മാഷ് സിസ്റ്റർ ഹാസ് ഗോൺ മാഡ്. ഇതേ രാവിലെ ഒരു കാർ ഇവിടെ വന്നുകൊണ്ട് നിർത്തിയില്ലേ, അതിൽ നമ്മുടെ കൃഷ്ണൻ മാഷിൻ്റെ സഹോദരിയാണ്. അവരെ മറ്റേ ജാതിക്കാരാ, അവൾക്ക് ഭ്രാന്താന്ന്, കല്യാണമൊന്നും കഴിച്ചിട്ടില്ല പെണ്ണ്, ഭ്രാന്ത ആണ്ട ഉളമ്പാറയിൽ ആശുപത്രി കൊണ്ട് അഡ്മിറ്റ് ചെയ്തിരിക്കുക എന്ന് എല്ലാവരും മനസ്സിലാക്കാൻ അധിക നേരം വേണ്ട. You may think this is not a big deal, but can you see what would happen then?
നിങ്ങളൊക്കെ വിചാരിക്കും ഇതൊരു വലിയ കാര്യമല്ലല്ലോ, ദിസ് ഈസ് നോട്ട് എ ബിഗ് ഡീൽ, ബിഗ് തിങ്. ബട്ട് ക്യാൻ യു അണ്ടർസ്റ്റാൻഡ് വാട്ട് വുഡ് ഹാപ്പൻ ദെൻ? എന്താ സംഭവിക്കുമായിരുന്നതെന്ന് മനസ്സിലാക്കിക്കൂടെ? ഞാൻ പറഞ്ഞു തരാം. വെൻ ദ ന്യൂസ് ഗെറ്റ്സ് അറൗണ്ട്, ഇങ്ങനെ എൻ്റെ സഹോദരി ഭ്രാന്തിയാണ്, അവളെ ഉളമ്പാറയിൽ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണെന്നുള്ള വാർത്ത പരക്കുമ്പോൾ സെവറൽ ഓഫ് ദി ക്വാർട്ടേഴ്സ് റെസിഡൻസ് വുഡ് ഗ്യാദർ അറ്റ് ദി ഹോസ്പിറ്റൽ. എന്തായാലും നമ്മുടെ കൃഷ്ണമാഷിൻ്റെ മുതലിൽ ഒന്ന് പോയി കണ്ടേക്കാം എന്ന് കരുതി ഈ റെസിഡൻസിലുള്ള എല്ലാ ആളുകളും ഹോസ്പിറ്റലിൽ വരും പലപ്പോഴായിട്ട്. And at least a few among them are sure to notice the sharp difference between me and my folks. അതിൽ കുറച്ച് ആളുകളെങ്കിലും ഞാനും അപ്പോൾ എൻ്റെ സഹോദരിയുടെ കാര്യം ശ്രദ്ധിച്ചില്ലെങ്കിലും അവിടെ വരുന്ന എൻ്റെ ബന്ധുക്കൾ, എൻ്റെ അമ്മ കാണും, അതുപോലെ എൻ്റെ അപ്പച്ചിയുടെ മക്കൾ കാണും, അപ്പച്ചി കാണും, അമ്മാവി കാണും, അമ്മാവന്മാർ കാണും, അവരുടെ മക്കൾ കാണും. അപ്പോൾ അവരെയൊക്കെ കാണാൻ വരുന്നവരെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ അവരുടെ വേഷവും എൻ്റെ വേഷവും തമ്മിലുള്ള ഡിഫറൻസൊക്കെ അവർ ശ്രദ്ധിക്കും. അവരൊക്കെ കീറിപ്പറിഞ്ഞ മുഷിഞ്ഞ വസ്ത്രങ്ങൾ ധരിച്ച് അവിടെ നിൽക്കുമ്പോൾ, കരിഭൂതങ്ങളെ പോലെ നിൽക്കുമ്പോൾ, ഞാൻ വെളുത്ത് തൊടുത്ത് നല്ല ഡ്രസ്സും ധരിച്ച് അവിടെ നിൽക്കുന്നത് കാണുമ്പോൾ മനസ്സിലാക്കി ഇതെല്ലാം വെറും ജാടയാണ്, പുറമോടിയാണെന്ന് അവർ മനസ്സിലാക്കും. അഡുലാപ്പൻ ദേ ആർ ഷുവർ ടു നോട്ടീസ് എ ഷാർപ്പ് ഡിഫറൻസ് ബിറ്റ്വീൻ മീ ആൻഡ് മൈ ഫോക്സ്. മൈ ഫോക്സ് മീൻസ് മൈ പീപ്പിൾ. ഫോർഗെറ്റ് ദി മാഡുമാണ്, ആ പ്രാന്തിയുടെ കാര്യമൊന്നും മറന്നേക്ക്. ദ പ്രോബ്ലം ഈസ് വിത്ത് ദോസ് ഹു ടെൻഡ് ഹെർ. പ്രശ്നം എന്ന് പറഞ്ഞാൽ ദോസ് ഹു ടെൻഡ് ഹെർ. ചിലപ്പോൾ ഒരു പക്ഷേ ക്ലോസ്ഡ് വാർഡിൽ നിന്ന് വേണ്ട മറ്റേ വാർഡിൽ നിർത്തി നോക്കാമെന്ന് പറഞ്ഞാൽ എൻ്റെ ഇപ്പോൾ ഏതെങ്കിലും ബന്ധുക്കൾ വന്നു കഴിഞ്ഞാൽ അവളെ കൂടെ പരിചരിക്കാൻ നിൽക്കുന്ന ആളുകളെ ശ്രദ്ധിക്കും ആളുകൾ. ഈ റെസിഡൻറ്റ് അസോസിയേഷനിൽ അല്ലെങ്കിൽ എൻ്റെ ക്വാർട്ടേഴ്സിലെ ആളുകൾ അവരെ ശ്രദ്ധിക്കും. ആൻഡ് ഓൾസോ മൈ നെയ്ബേഴ്സ് ഫ്രം ദി ക്വാർട്ടേഴ്സ് വുഡ് ആഡ് ഓൾമോസ്റ്റ് അൺവിറ്റിംഗ്ലി. ഒരുപക്ഷെ അവരറിയാതെ, വിത്തൗട്ട് ദെയർ നോയിങ് ദേ വിൽ ടെൽ, അവരറിയാതെ പരസ്പരം പറയും. ഇപ്പോൾ കൃഷ്ണമാഷ് എന്നുള്ള പേരൊക്കെ കളയും. ഞാനൊരു അധകൃതനാണെന്ന് മനസ്സിലാക്കുമ്പോൾ മാഷൊക്കെ അവരും കളയും. അവർ പറയും കൃഷ്ണൻ മേ ഹവ് ബിക്കം എ ടീച്ചർ ബൈ ചാൻസ്. ഇവനെ എങ്ങനെയൊക്കെ പഠിച്ച് പിന്നെ അവൻ്റെ ജാതിയുടെ റിസർവേഷനെ കൊണ്ടൊരു ജോലി കിട്ടിയതാ. ബട്ട് ഈസ് കിത്ത് ആൻഡ് കിൻ, ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സ്. കിത്ത് ഫ്രണ്ട്സ്, കിൻ റിലേറ്റീവ്സ്. ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സ് ആർ സ്റ്റിൽ ലോ കേസ്. കണ്ടില്ലേ അവിടെ ഇരിക്കുന്ന അവൻ്റെ ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയൊക്കെ വേഷവും നിറവും കണ്ടില്ലേ? ദേ ബിലോങ് ടു ദി ലോ കേസ്റ്റ്. ആരുടെ അല്ലേ എന്നവർ ചോദിക്കും. എൻ്റെ അഭിമാനമാണ് നഷ്ടപ്പെടുന്നത്. അങ്ങനെ വെൻ ഐ ആം എക്സ്പോസ്ഡ് ദം ഐ വിൽ സെർട്ടൻലി ലൂസ് മൈ ഐഡൻറ്റിറ്റി. ഞാനിവിടെ ആരുമല്ലാതായി മാറും പിന്നെ അധകൃതനാണെന്ന് തിരിച്ചറിയുമ്പോൾ. അതുകൊണ്ടാണ് ഞാൻ വാതിൽ കൊട്ടി അടച്ച് വരാതിരുന്നത്. ടു സേ ദിസ് ഈസ് എ മാറ്റർ ഓഫ് ഡീപ്പ് ഷെയിം ഫോർ മീ. ഇത് എൻ്റെ ജാതി ആളുകൾ മനസ്സിലാക്കുമ്പോൾ, ഞാൻ അധകൃതനാണെന്ന് മനസ്സിലാക്കുമ്പോൾ, ഇറ്റ് ഈസ് എ ഗ്രേറ്റ് ഷെയിം ഫോർ മീ ആൻഡ് ടു മൈ ഫാമിലി. ആൻഡ് ഐ എം പ്രിപ്പയർഡ് ടു പുട്ട് അപ്പ് വിത്ത് ഇറ്റ്. ഞാനതങ്ങ് സഹിച്ചേക്കാം. ആളുകളുടെ ഈ കളിയാക്കലുകൾ, അവരുടെ ഈ പിന്നെ നോട്ടവും ഭാവവും ഒക്കെ ഞാനങ്ങ് സഹിക്കാമെന്ന് വിചാരിച്ചാലും, ബട്ട് ദാറ്റ് ഈസ് വെൻ embers മീൻസ് ഫയർ പീസസ് ഓഫ് നെതർ പ്രോബ്ലം ഇമേജ് ഐസ് ഗ്ലോയിങ്. പിന്നീടായിരിക്കും മറ്റ് പ്രശ്നങ്ങളുടെ തീപ്പൊരികൾ ഉണ്ടാകുന്നത്. കാരണം എൻ്റെ സഹോദരി അടക്കുമ്പോൾ എൻ്റെ ഭാര്യ അവളുടെ നാത്തൂനാണ്. നൗ ദാറ്റ് മൈ സിസ്റ്റർ ഹാഡ് ബീൻ അഡ്മിറ്റഡ് ഇൻ എ ഹോസ്പിറ്റൽ ഹിയർ. ഇവിടെ അടുത്ത് 1.5 കിലോമീറ്റർ ഉള്ളിൽ വെച്ച്. ഞങ്ങൾക്കാണെങ്കിൽ കാറും ബൈക്കും ഒക്കെ ഉണ്ട് യാത്ര ചെയ്യാനായിട്ട്. അപ്പോൾ എനിവൺ വുഡ് സപ്പോസ് ദാറ്റ് മൈ വൈഫ് ought to visit her. അപ്പോൾ എല്ലാവരും വിചാരിക്കും എൻ്റെ ഭാര്യ അവിടെ പോകണം, എൻ്റെ ഭാര്യ അവിടെ നിൽക്കേണ്ടതാണ്. പിന്നെ ജോലി ഉള്ളതുകൊണ്ട് ഇപ്പം ലീവ് എടുത്ത് നിൽക്കാൻ പറ്റത്തില്ല, എന്നാലും സമയം കിട്ടുമ്പോൾ എല്ലാ ദിവസവും വൈകുന്നേരം വന്നിട്ടെങ്കിലും പോകേണ്ടതാണെന്ന് ആളുകൾ പറയും. പക്ഷേ എൻ്റെ വൈഫിൻ്റെ കാര്യം പറഞ്ഞാൽ, മൈ വൈഫ് ഉന്നത കുലജാതയായ ഒരു സ്ത്രീയേക്കാളും നല്ല യോഗ്യതയുള്ള എൻ്റെ ഭാര്യ, സുന്ദരിയായ ഭാര്യ. മൈ വൈഫ് അബ്സല്യൂട്ട്ലി ഡെസ്പൈസസ്. വിവാഹം കഴിഞ്ഞ് എൻ്റെ ബന്ധുക്കളുടെ വീട്ടിൽ പോലും കയറിയിട്ടില്ല. എൻ്റെ ബന്ധുക്കളെ ആരെയും കണ്ടിട്ടില്ല. എൻ്റെ സ്വന്തം അമ്മയെ തന്നെ കാണുന്നത് അവൾക്ക് ഇഷ്ടമല്ല. മൈ വൈഫ് അബ്സല്യൂട്ട്ലി ഡെസ്പൈസസ് മീൻസ് ഹേറ്റ്സ് ഓൾ ദാറ്റ് റിഫ്രാഫ്. റിഫ്രാഫ് മീൻസ് വെരി ബാഡ് പീപ്പിൾ, ഓർഡിനറി പീപ്പിൾ, അലവലാദികൾ. ദാറ്റ് ആർ ഹർ ഹസ്ബൻഡ്സ് റിലേറ്റീവ്സ്. ഭർത്താവിൻ്റെ ബന്ധുക്കൾ എന്ന് പറയുന്ന അലവലാദികളെ അവൾക്ക് തീരെ കണ്ടുകൂടാ. അവൾ വെറുക്കുന്നു, തീരെ ഇഷ്ടമല്ല അവൾക്ക് എൻ്റെ സുന്ദരിയായ ഭാര്യയ്ക്ക്. അത് കൃതജാതിപ്പെട്ടതാണ് ഞാൻ, അല്ലാതെ ഉയർന്ന ജാതിയിലെ പെണ്ണിനെയൊന്നും അടിച്ചു മാറ്റിയതല്ല. എങ്കിൽ പോലും ഷീ ഈസ് വെരി എക്സ്ട്രീംലി ബ്യൂട്ടിഫുൾ.
ഇറ്റ് മേ സൗണ്ട് അൺപ്ലസൻറ്റ്. ഞാൻ അവളോട് പറഞ്ഞു, എടി അവളെ ആശുപത്രിയിൽ പോയെന്ന് കാണണ്ടേ എന്ന് പറഞ്ഞാൽ, ഐ തിങ്ക് ഹെർ പ്രെഡിക്കമെൻറ്റ് ഈസ് നാച്ചുറൽ. ദ പ്രെഡിക്കമെൻറ്റ്, ദി ട്രബിൾ ഇൻ വിച്ച് ഷീ ഈസ് ഇൻ ഈസ് ക്വൈറ്റ് നാച്ചുറൽ. അവൾക്ക് ഇഷ്ടമല്ല. എൻ്റെ ബന്ധുക്കളെ മാത്രമല്ല, അവളുടെ ബന്ധുക്കൾ കറുത്ത വർഗ്ഗക്കാരെ പോലും അവൾക്ക് ഇഷ്ടമല്ല. ഐ തിങ്ക് ഹെർ പ്രെഡിക്കമെൻറ്റ് ഈസ് നാച്ചുറൽ. ഫോർ വൺ യു വുഡ് നെവർ സസ്പെക്റ്റ് ഈസ് ഹെയർ സെൽഫ് ലോ കാസ്റ്റ്. പിന്നെ അവൾ ലോ കാസ്റ്റിൽപ്പെട്ട ആൾ തന്നെയാണ്, എൻ്റെ ജാതി തന്നെയാണ്, സംശയം വേണ്ട. ഗിവൺ ഹെയർ ഫെയർ സ്കിൻ, ബട്ട് ഗോഡ് ഹാസ് ഗിവൺ ഹെയർ ഫെയർ സ്കിൻ, നല്ല വെളുത്ത നിറമാണ്. ആൻഡ് ഹെയർ ഗുഡ് ലുക്സ്. ഹെയർ അവേഷൻ ടു പീപ്പിൾ ഡിസെൻഡഡ് ഫ്രം ദോസ് ദാറ്റ് ലിവ്ഡ് ഓൺ ബീഫ് ഓഫ് ഡെഡ് കൗസ്. ആൻഡ് ഹെയർ അവേഷൻ മീൻസ് ഹേറ്റഡ് ടു പീപ്പിൾ ഡിസെൻഡഡ് ഫ്രം ദോസ് ദാറ്റ് ലിവ്ഡ് ഓൺ ബീഫ് ഓഫ് ഡെഡ് കൗസ്. അധകൃത വർഗ്ഗക്കാർ, ചത്ത പശുവിൻ്റെ ചമ്പം നിന്ന് ജീവിച്ച അധകൃത വർഗ്ഗക്കാർ. അതിപ്പോൾ എൻ്റെ ബന്ധുക്കൾ മാത്രമല്ല, അവളുടെ ബന്ധുക്കളെയും അവരുടെ വെറുപ്പാണ്. ഹെർ അവേഷൻ ടു പീപ്പിൾ ഡിസെൻഡഡ് കെയിം ഫ്രം ദോസ് ദാറ്റ് ലിവ്ഡ് ഓൺ ബീഫ് ഓഫ് ഡെഡ് കൗസ്. അവൾ വിശ്വസിക്കുന്നത് ഞങ്ങളുടെയൊക്കെ പൂർവികർ ചത്ത പശുക്കളുടെ മാംസവും തിന്ന് ചമ്പം നിന്ന് ജീവിച്ചവരാണ്. ഐ നോ ഷീ വിൽ ടയർ. അവൾക്ക് വലിയ വിഷമമാവും ഞാൻ നിർബന്ധിച്ചാൽ. പിന്നെ ഒത്തിരി നിർബന്ധിക്കുമ്പോൾ thereafter ഐ ക്യാൻ മാനേജ് ഹെയർ. ഒരുപക്ഷെ അവളെ ഒരു ദിവസത്തേക്കെങ്കിലും ഹോസ്പിറ്റലിലേക്കൊന്ന് കൂട്ടിക്കൊണ്ടുപോകാൻ കഴിഞ്ഞേക്കാം. ഐ മേ ബി ഏബിൾ ടു ടേക്ക് ഇറ്റ് ടു ദി ഹോസ്പിറ്റൽ ഫോർ 1 day at least. ബട്ട് ദാറ്റ് ബ്രിങ്സ് ടു അനദർ പ്രോബ്ലം ഫ്രം വിച്ച് ഐ സീ നോ എസ്കേപ്പ്. പക്ഷെ അങ്ങനെ വരുമ്പോൾ വേറെ ഒരു സീരിയസ് ആയ ഒരു പ്രോബ്ലം ഉണ്ടാവും. ഐ സീ നോ എസ്കേപ്പ് ഫ്രം ദാറ്റ്. അതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റത്തില്ല. എൻ്റെ മോളുണ്ടല്ലോ, 10-13 വയസ്സായ പെണ്ണാകെ, ആണും പെണ്ണുമായിട്ട് ഞങ്ങൾക്ക് അവൾ മാത്രമേ ഉള്ളൂ. അവളെ ഈ ക്വാർട്ടേഴ്സിലാക്കിയിട്ട് ആശുപത്രിയിലേക്ക് പോകാൻ പറ്റുമോ? അത് പറ്റത്തില്ല. ഇറ്റ് ഈസ് ഓൺലി അവർ ഡോട്ടർ. ഇറ്റ് ഈസ് ഓൺലി അവർ ഡോട്ടർ ഹു ഓപ്പൺസ് ദി ഡോർ ടു ഇറ്റ്. ആ നിർണായക പ്രശ്നത്തിലേക്ക് വാതിൽ തുറക്കുന്നത് എൻ്റെ മകളാണ്. ഷീസ് എ പെക്കൂലിയർ ക്യാരക്ടർ. അവളൊരു പ്രത്യേക സ്വഭാവക്കാരി. യു കുഡ് സേ ദാറ്റ് ബോത്ത് ലുക്സ് ആൻഡ് ഔട്ട്ലുക്ക്. അവളുടെ നോട്ടത്തിലും അവളുടെ ബാഹ്യവീക്ഷണത്തിലും എല്ലാം ഒരു പ്രത്യേക സ്വഭാവക്കാരിയാണ്. കഥയിൽ എഴുതിയിരിക്കുന്ന അവളുടെ കാഴ്ചയിലും കാഴ്ചയില്ലായ്മയിലും പ്രത്യേക സ്വഭാവക്കാരിയാണെന്നാണ് മലയാളത്തിൽ എഴുതിയിരിക്കുന്നത്. ഇതിപ്പോൾ ലുക്സ് ആൻഡ് ഔട്ട്ലുക്ക്, അവളുടെ പെരുമാറ്റങ്ങളിലും അവളുടെ ബാഹ്യവീക്ഷണത്തിലും എല്ലാം ഒരു പ്രത്യേക സ്വഭാവക്കാരിയാണ്. ഷീ ഈസ് എ പെർഫെക്റ്റ് മിനിയേച്ചർ ഓഫ് ഹെർ മദർ. അവളുടെ അമ്മയുടെ തനിസ്വരൂപം, അവളുടെ അമ്മയുടെ ഒരു ചെറിയ പതിപ്പ്, മിനിയേച്ചർ ഫോമാണ് അവൾ. ഡു യു നോ വാട്ട് ഹർട്ട് ആൻഡ് ഹ്യൂമിലിയേഷൻ മൈ ഓൺ മദർ ഹാഡ് ടു സഫർ വെൻ ഷീ ഹാഡ് കം ടു സീ ഹെർ. നിങ്ങൾക്കറിയാമോ എൻ്റെ അമ്മ എൻ്റെ ഈ മോളെ കൊണ്ട് അനുഭവിച്ച വേദനയും അപമാനവും? എന്തിനാ എൻ്റെ മോളെ കാണാൻ വന്നപ്പോൾ കണ്ടിട്ടില്ല. ഭാര്യയുടെ പ്രസവ സമയത്ത് ഹോസ്പിറ്റലിലേക്ക് പോലും എൻ്റെ അമ്മയെ ഞാൻ വിളിച്ച് കയറ്റിയിട്ടില്ല. അതെൻ്റെ ഭാര്യയ്ക്ക് ഇഷ്ടമാകില്ല. മോളെ കണ്ടിട്ടില്ല. അവൾക്ക് 5-6 വയസ്സായപ്പോൾ എൻ്റെ അമ്മ കാണാൻ വന്നു. ആ സമയത്ത് അമ്മ അനുഭവിച്ച തീവ്രമായ വേദനയും അപമാനവും അത് നിങ്ങൾക്കറിയില്ല. യു ഡോണ്ട്. ലെറ്റ് മീ ടെൽ യു, ഞാനത് പറഞ്ഞുതരാം. ഇറ്റ് ഹാഡ് ഹാപ്പൻ ലോങ് അഗോ. അത് വർഷങ്ങൾക്ക് മുമ്പാണ് ഈ സംഭവം ഉണ്ടായത്. എബൌട്ട് 6 years into my stay here at the quarters. ഒരു 5-6 വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ ഈ ക്വാർട്ടേഴ്സിലേക്ക് താമസിക്കാൻ വന്നപ്പോൾ, പിന്നെ അവർ ഡോട്ടർ വാസ് 6 years old. അന്ന് ഇന്നിപ്പം 10-13 വയസ്സുണ്ട്. അന്ന് അവൾക്ക് ഒരു 6 വയസ്സേ പ്രായം ഉണ്ടായിരുന്നുള്ളൂ. ഓളഗോഗ് മീൻസ് വിത്ത് ഓൾ ആങ്സൈറ്റി. എല്ലാ ആങ്സൈറ്റിയോടെയും എല്ലാ ധൃതിയോടും കൂടി അമ്മ ഹാഡ് കം ഓൾ എഗോഗ് ടു മീറ്റ് യുവർ സൺസ് ഡോട്ടർ വിത്ത് എ സ്മോൾ പാഴ്സൽ ഓഫ് പപ്പട വടാസ് ഫ്രം ദി ലോക്കൽ ടീ ഷോപ്പ്. പണ്ട് അമ്മ കശുവണ്ടി ഫാക്ടറി ജോലി ചെയ്യുമ്പോൾ വൈകുന്നേരം ആകുമ്പോൾ അല്ലെങ്കിൽ ശനിയാഴ്ച ദിവസം ശമ്പളം കിട്ടുമ്പോൾ അവരുടെ മുഷിഞ്ഞ കൈലിയുടെ തുമ്പിൽ എനിക്ക് സമീപത്തുള്ള ഒരു കടയിൽ നിന്നും പപ്പടവട വാങ്ങിക്കൊണ്ട് കയറി. ഞാനത് ആർത്തിയോടെ തിന്നിട്ടുണ്ടായിരുന്നു. ഐ റിമെമ്പർ ദാറ്റ്. ഞാനിന്ന് ഓർമ്മിക്കുന്നു ആ സംഭവം. അതുപോലെ അമ്മ എൻ്റെ മകളെ കാണാൻ വന്നപ്പോൾ അമ്മ ഹാഡ് കം ഓളഗോ ടു മീറ്റ് യുവർ സൺസ് ഡോട്ടർ വിത്ത് എ സ്മോൾ പാഴ്സൽ ഓഫ് പപ്പട വടാസ് ഫ്രം ദി ലോക്കൽ ടീ ഷോപ്പ്. നാട്ടിലെ കടയിൽ നിന്നും ഒരു 5-6 പപ്പടവട വാങ്ങി പൊതിഞ്ഞുകൊണ്ടാണ് അമ്മ വന്നത്. ഡെസ്പൈറ്റ് ഹെർ റിപ്പീറ്റഡ് കോൾസ്. അമ്മ ഇവിടെ വന്ന് ആവർത്തി വിളിച്ചു, ദീപമോളെ, മോളെ ഇങ്ങോട്ടിറങ്ങി വന്നേടിയേ, എൻ്റെ അമ്മൂമ്മ നിന്നെ ഒന്ന് കാണട്ടെ, ഇങ്ങോട്ടൊന്ന് ഇറങ്ങി വന്നേടി, നിൻ്റെ അമ്മൂമ്മ ഒന്ന് കാണട്ടെടി.
എന്ന് ആവർത്തിച്ചിട്ട് വിളിച്ചിട്ടും ആൻഡ് മൈ സൈലൻറ്റ് ഫ്യൂമിങ്, എനിക്ക് നിശബ്ദമായിട്ട് ദേഷ്യമുണ്ട്. അവിടെ എൻ്റെ മോളിറങ്ങി വരാത്തതോടെ ദേഷ്യമുണ്ട്. അമ്മ വന്ന് കയറിയതിൽ എനിക്ക് ദേഷ്യമുണ്ട്. സൈലൻറ്റ് ഫ്യൂമിങ്. അവർ ഡോട്ടർ റെഫ്യൂസ് ടു ഗോ എനിവെയർ നിയർ ഹെർ ഗ്രാൻഡ് മദർ. സംഭവിച്ചെന്നറിയാം, അവർ ഡോട്ടർ റെഫ്യൂസ് ടു ഗോ എനിവെയർ നിയർ ഹെർ ഗ്രാൻഡ് മദർ. അമ്മൂമ്മയുടെ അടുത്തെങ്ങും ചെല്ലാൻ അവൾ ഇഷ്ടപ്പെട്ടില്ല. അവൾ പറഞ്ഞു, എന്തോന്ന് അമ്മ ഇത്, ആരാ ഇത്, ഈ കരിമ്പൂതം ഏതാ? ഓ, ഇതെന്തോന്ന് മുണ്ടും ബ്ലൗസും, ഇതെന്താ കരിമനുഷ്യത്തിയോ? നിറവും കൊള്ളാം, ഡ്രസ്സും കൊള്ളാം. ഞാൻ പോകത്തില്ല, എന്നെ കൊന്നാലും കൊന്നാലും ഞാൻ പോകത്തില്ല. എനിക്ക് കാണണ്ട, എനിക്ക് ആ കഴിവിയെ കാണണ്ട, പരട്ട കഴിവി എനിക്ക് കാണണ്ട. 6 വയസ്സുള്ളവൾക്ക് അന്ന് അവൾ പറഞ്ഞതാണ്. ആൻഡ് സ്ലാമിങ് ദി ഡോർ ഷട്ട് വിത്തൗട്ട് എ സെക്കൻഡ് ഗ്ലാൻസ്. രണ്ടാമതൊന്നുകൂടി എൻ്റെ അമ്മയെ നോക്കാതെ പെട്ടെന്നൊരു ചുഴലിക്കാറ്റ് പോലെ വാതിക്കലെത്തി വാതിലും വലിച്ചടച്ചിട്ട് ദ ഗേൾ ഫ്ലഡ് മീൻസ് റാൻ അവേ. ദ ഗേൾ ഫ്ലഡ് ടു എ ഫ്രണ്ട്സ് ക്വാർട്ടേഴ്സ് നിയർ ബൈ. അടുത്തുള്ള കൂട്ടുകാരിയുടെ ക്വാർട്ടേഴ്സിലേക്ക് ഓടിപ്പോയി. 1ാം ക്ലാസ്സിൽ അവളോടൊപ്പം പഠിക്കുന്ന കൂട്ടുകാരിയുടെ ക്വാർട്ടേഴ്സിലേക്ക് പോയി. only to return when she was certain that my mother had left. എനിക്കറിയാം എൻ്റെ അമ്മ പോയി കഴിഞ്ഞു എന്ന് ഉറപ്പ് വന്നിട്ടേ അവൾ തിരിച്ചു വരുമായിരുന്നുള്ളൂ. ഐ ഹാഡിൻറ്റ് സെഡ് എനിത്തിങ് തന്നെ, ഞാനൊന്നും പറഞ്ഞില്ല. എന്ത് പറയാൻ, 6 വയസ്സുള്ളൊരു കുട്ടിയല്ലേ. വാസിൻ്റെ ഷീ എ മിയർ ചൈൽഡ്, ഒരു കൊച്ചു കുട്ടിയല്ലേ അവൾ. ആൻഡ് ദെൻ ഐ തോട്ട് മൈ മദർ വാസ് ഓൾസോ പാർട്ട്ലി ടു ബ്ലെയിം. പിന്നെ ഞാൻ വിചാരിച്ചു അമ്മയും ഇത്തിരി കുറ്റപ്പെടുത്താനുണ്ട്. ഐ തോട്ട് മൈ മദർ വാസ് ഓൾസോ പാർട്ട്ലി ടു ബ്ലെയിം. എൻ്റെ അമ്മയുടെ ഭാഗത്തും ചെറിയ തെറ്റുണ്ട്. Perhaps it was not a big deal that my daughter was seeing my mother for the first time. Perhaps it was not a big deal that my daughter was seeing my mother for the first time. ഇപ്പം എൻ്റെ മോൾ എൻ്റെ അമ്മയെ ആദ്യമായി കാണുന്നു എന്നുള്ളതൊരു വലിയ കാര്യമൊന്നുമില്ല. കണ്ടാലും കണ്ടില്ലെങ്കിലും എൻ്റെ അമ്മയെ കൊണ്ട് എൻ്റെ മോൾക്ക് പറയാനൊന്നുമില്ല. പിന്നെ അമ്മ വന്ന് കയറി തിരിച്ച് വണ്ടി കൂലിക്ക് ഒരു 10-100 രൂപയെങ്കിലും എടുത്തു കൊടുക്കണമല്ലോ, അതാ ഒരു പ്രയാസം. But surely Amma could have gone. Surely Amma could have worn a cleaner, whiter mundu blouse. പക്ഷേ ഈ അമ്മയ്ക്ക് ഇത്തിരി വൃത്തിയുള്ള മുണ്ടും ബ്ലൗസും ധരിച്ചുകൂടായിരുന്നു. ഞാൻ ചോദിച്ചു, അമ്മ ഇതെന്തൊരു കോലം ഇത്, നിങ്ങൾ മനുഷ്യന് നാണം കെടുത്തുമല്ലോ, ഈ മുഷിഞ്ഞ ഈ മുണ്ടും ഈ കീറിയ ബ്ലൗസും ഉള്ളൂ നിങ്ങൾക്കിടെ. ഈ മകനായിട്ട് ഇതുവരെ വലിയ ഉദ്യോഗസ്ഥനാണ്, സർക്കാർ അധ്യാപകനാണ്, ഒരു മുണ്ട് പോലും വാങ്ങിച്ചു കൊടുത്തിട്ടില്ല. അമ്മ പറഞ്ഞു, മോനെ ഉള്ളതൊക്കെ അല്ലേ ഇട്ടുകൊണ്ട് വരാൻ പറ്റും മോനെ, അമ്മയുടെ ഈ പൈസ എവിടുന്ന? ഇന്നലെ ഒരു 100 രൂപയുണ്ട്, വണ്ടി കുരുക്കി കൊണ്ടുപോയി. ഇവിടെ നിങ്ങൾ വിചാരിക്കുന്ന ഇവിടെ പണം കായ്ക്കുന്ന മരം ഉണ്ടെന്ന് എനിക്കറിയാം. ഞാൻ വിടുന്ന പാട് ഇവിടെ തൊട്ടതിന് 30 തൊട്ട് കർപ്പൂരം വരെ ഇവിടെ വാങ്ങിക്കാം. ക്വാർട്ടേഴ്സിന് വാടക എന്ന് പറഞ്ഞാൽ ശമ്പളത്തിൽ നിന്ന് പിടിക്കും, ഹൗസ് അലവൻസ് എന്ന് പറഞ്ഞുകൊണ്ട് ശമ്പളത്തിൽ നിന്ന് അങ്ങ് പിടിക്കും. പിന്നെ കാറിൻ്റെ ലോൺ അടയ്ക്കണം. ഞങ്ങൾ അവിടെ അപ്പുറത്ത് മേടിച്ച 6 സെൻറ്റ് വസ്തുവിൻ്റെ അതും ബാങ്കിൽ നിന്ന് വായ്പ എടുത്താൽ മേടിച്ചിരിക്കുന്നത്, അതിൻ്റെ പൈസ അടയ്ക്കണം. പിന്നെ ഒന്നുമില്ല അമ്മ കയ്യിൽ. ഇപ്പം നിങ്ങൾക്ക് 100 രൂപ എടുത്ത് തന്നപ്പം തീർന്നു, എല്ലാം കാര്യമായി. വേണ്ട മോനെ, എനിക്ക് വേണ്ട, ഞാൻ വണ്ടിക്കൂലിയൊക്കെ അമ്മയുടെ കയ്യിലുണ്ട്. ഞാൻ ദീപമോളെ ഒന്ന് കാണാൻ വന്നതാണ്, അവളെ ഞാൻ കണ്ടിട്ടില്ലല്ലോ, ഒന്ന് കാണാൻ വന്നതാണ്. ഇപ്പം ഒരു മിന്നായം പോയെങ്കിലും ഒന്ന് കണ്ടല്ലോ, സന്തോഷമായി അമ്മയ്ക്ക്. പോട്ടെ മോനെ, അമ്മ പോവാന്നേ. അപ്പോൾ എനിക്ക് വിരോധമുണ്ടായി, ഇത്തിരി വൃത്തിയുള്ള മുണ്ടും ബ്ലൗസെങ്കിലും ധരിക്കണ്ടായിരുന്നു. അവളെ മാത്രം കുറ്റം പറഞ്ഞിട്ടെന്ത് കാര്യം? എസ്പെഷ്യലി ഷീ ഈസ് നോട്ട് അറ്റ് ഓൾ ദാറ്റ് ഫെയർ സ്കിൻഡ് ഇൻ ദി ഫസ്റ്റ് പ്ലേസ്. പിന്നെ അമ്മയുടെ കാര്യം പറഞ്ഞാൽ തൊലിയെല്ലാം ചുക്കിച്ചുളിഞ്ഞ് കരിക്കട്ട പോലിരിക്കുകയാണ് അമ്മ, കറുത്ത വർഗ്ഗക്കാരി. നീഗ്രോയേക്കാളും കറുപ്പാണ് എൻ്റെ അമ്മ. യു സി, ബ്ലാക്ക് ഈസ് നോട്ട് ദി കളർ മൈ ഡോട്ടർ ഈസ് ഫെമിലിയർ വിത്ത്. കറുത്ത നിറമുള്ള ആളുകളെ കണ്ട് പരിചയമേ ഇല്ല. അവളുടെ സ്കൂളിലായാലും ടീച്ചേഴ്സ് എല്ലാം സുന്ദരന്മാരും, പിന്നെ ഫ്രണ്ട്സ് എല്ലാവരും നല്ല വെളുത്ത ആളുകൾ. പിന്നെ അവളുടെ കൂട്ടുകാരികളെന്ന് പറഞ്ഞാൽ അവളേക്കാൾ നിറമുള്ളവരാണ്, നല്ല പാല് പോലെ വെളുത്തവരാണ്. ഈ ടെക്സ്റ്റൈൽ ഷോപ്പിൽ വെച്ചിരിക്കുന്ന ഡെമ്മികളുടെയൊക്കെ നിറമുണ്ടല്ലോ, അല്ലെങ്കിൽ നമ്മുടെ സിനിമാടി തമന്നയുടെ മിൽക്കി കോംപ്ലക്ഷൻ, അതേപോലുള്ള നിറമുള്ളവരാണ് കൂട്ടുകാരികളെല്ലാം. പിന്നെ അവൾ ഈ കറുത്ത കരിങ്കുരങ്ങ് പോലുള്ള എൻ്റെ അമ്മയെ കറുത്ത് കൂനിക്കൂടിയും
ഡാഗിനിയെ പോലുള്ളതിൻ്റെ അമ്മയെ അവളെങ്ങനെ ഇഷ്ടപ്പെടും? സോ യു സി ബ്ലാക്ക് ഈസ് നോട്ട് ദി കളർ മൈ ഡോട്ടർ ഈസ് ഫെമിലിയർ വിത്ത്. ഈവൻ ഹെർ ഫ്രണ്ട്സ് ഹാവ് ദി സെയിം കോംപ്ലക്ഷൻ. കോംപ്ലക്ഷൻ മീൻസ് കളർ ഓഫ് ദി സ്കിൻ. ആസ് ദോസ് ഏഞ്ചലിക് മാനിക്വിൻസ് ഡെമ്മീസ് യു സി ഇൻ ഫ്രണ്ട് ഓഫ് ടെക്സ്റ്റൈൽ ഷോപ്സ് ഇൻ ദി ടൗൺ. ടൗണിൽ വെച്ചിരിക്കുന്ന തുണിക്കടകളുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന ഡെമ്മികളുടെ നല്ല പാല് പോലുള്ള നിറമാണ് അവളുടെ കൂട്ടുകാരികൾക്ക്, അവളേക്കാൾ നിറമാണ്. ഐ മസ്റ്റ് ആഡ് ഹിയർ ദാറ്റ് മൈഫ് ആൻഡ് മൈ ഡോട്ടർ ആർ നത്തിങ് ഇഫ് നോട്ട് ഗുഡ് നേച്ചേർഡ്. പിന്നെ നല്ല സ്വഭാവമല്ലെന്നുണ്ടെങ്കിൽ പിന്നെ പാഴ്ജന്മങ്ങളാണ്, വളരെ മോശമാണ്. നല്ല സ്വഭാവത്തിലല്ലെങ്കിൽ എൻ്റെ ഭാര്യയും മകളും വളരെ മോശമാണ്. ദാറ്റ് ദേ ഡിസ്പൈസ് മൈ ഫോക്സ് വിത്ത് ഓൾ ദെയർ ഹെർട്ട്. ഇനി ഇതാണ് കാര്യം, ദേ ഡിസ്പൈസ്, ദേ ഹെയ്റ്റ് മൈ ഫോക്സ് മൈ പീപ്പിൾ വിത്ത് ഓൾ ദെയർ ഹെർട്ട്. അവൾ പൂർണ്ണമായി, അവർ എൻ്റെ മോളും എൻ്റെ ഭാര്യയും പരിപൂർണമായി എൻ്റെ ബന്ധുക്കളെല്ലാം പറഞ്ഞു. അവളുടെ ബന്ധുക്കളെ ഇഷ്ടമല്ല, അവളുടെ അച്ഛനും അമ്മയെ വിളിച്ചു. ബോൺ ഓഫ് വെൽ എംപ്ലോയിഡ്, ഫെയർലി വെൽ ഓഫ് പേരൻസ്. മൈ വൈഫ് വാസ് ബോൺ ഓഫ് വെൽ എംപ്ലോയിഡ്. എൻ്റെ ഭാര്യയുടെ അച്ഛനും അമ്മയും ടീച്ചേഴ്സായിരുന്നു. ഫെയർലി വെൽ ഓഫ് പേരൻസ് ആൻഡ് നോട്ട് നിയർലി ഹാവിങ് നോൺ എനി ഹാർഡ്ഷിപ്സ്. എൻ്റെ ഭാര്യയും കുട്ടിക്കാലത്ത് ഒരു ഹാർഡ്ഷിപ്പും മനസ്സിലാക്കിയിട്ടില്ല. സോ മൈ വൈഫ്സ് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദി വേൾഡ് ഈസ് മീഗർ, മീഗർ അറ്റ് ബെസ്റ്റ്. MEAGRE, മീഗർ. മീഗർ മീൻസ് വെരി ലിറ്റിൽ. എൻ്റെ ഭാര്യയ്ക്ക് ലോകത്തെക്കുറിച്ച് വലിയ അറിവൊന്നുമില്ല. ആസ് ഫോർ മൈ ഡോട്ടർ, എൻ്റെ മോളുടെ കാര്യം പറഞ്ഞാൽ, ഷീ ഈസ് ബീയിങ് ബ്രോട്ട് അപ്പ് ഇൻ ദീസ് അപ്പർ മിഡിൽ ക്ലാസ് ക്വാർട്ടേഴ്സ് വേർ ദി ഡാർക്ക് സ്കിൻഡ് ഷാവിലി ക്ലാഡ് പീപ്പിൾ ഷീ ഹാസ് സീൻ ആർ ദി തമിഴ് കൂലീസ് ആൻഡ് ബെഗേഴ്സ്. എൻ്റെ മകളുടെ കാര്യം പറഞ്ഞാൽ, ഷീ ഈസ് ബീയിങ് ബ്രോട്ട് അപ്പ്, ഷീ ഈസ് ബീയിങ് നർച്ചേർഡ് ഇൻ ദീസ് അപ്പർ മിഡിൽ ക്ലാസ് ക്വാർട്ടേഴ്സ്. ഈ അപ്പർ മിഡിൽ ക്ലാസ്സിലുള്ള ഉപരിവർഗത്തിൽപ്പെട്ട ആളുകൾ താമസിക്കുന്ന ഈ ക്വാർട്ടേഴ്സിലാണല്ലോ ഇവിടെ താമസിക്കുന്നത്. വേർ ദി ഡാർക്ക് സ്കിൻഡ് ഷാബിലി ക്ലാഡ്, ഷാബിലി ഡെർട്ടിലി ഡ്രസ്ഡ് മീൻസ് ഡ്രസ്ഡ് വിത്ത് ഡെർട്ടി ഡ്രസ്. പീപ്പിൾ ഡ്രസ്ഡ് വിത്ത് ഡെർട്ടി ഡ്രസ്. ഷീ ഹാസ് സീൻ ആർ ദി തമിഴ് കൂലീസ് ആൻഡ് ബെഗേഴ്സ്. പിന്നെ ഇത്രയും വൃത്തികെട്ട കറുപ്പും ഇത്രയും മുഷിഞ്ഞ വേഷങ്ങളും ധരിച്ചിട്ടുള്ളതായിട്ട് അവൾ കണ്ടിട്ടുള്ളത് തമിഴ് കൂലിപ്പണിക്കാരെയും പിച്ചക്കാരെയുമാണ്, ബെഗേഴ്സിനെയുമാണ്. ജസ്റ്റ് മൈ ബാഡ് ലക്ക് ദാറ്റ് മൈ പീപ്പിൾ ഹാപ്പൻ ടു ഷെയർ ദി കളർ ഓഫ് ദിയർ സ്കിൻ. എൻ്റെ ബാഡ് ലക്ക് എന്നല്ലാതെ എന്നിട്ട് പറയാനാ ഈ തമിഴ് കൂലിവേലക്കാരുടെ നിറം എൻ്റെ പേരൻസിനും ഒക്കെ കിട്ടിയത് എൻ്റെ കാലക്കേട്, എൻ്റെ ഭാഗ്യക്കേട്. ഈവൻ ഇഫ് മൈ വൈഫ് ആൻഡ് ഡോട്ടർ റെഫ്യൂസ് ടു കം അലോങ്, വൈ കാണ്ട് ഐ ഗോ ആൻഡ് വിസിറ്റ് മൈ ഏലിംഗ് സിസ്റ്റർ? ഒരു വിഷയങ്ങൾ ചോദിച്ചേക്കും. ഭാര്യയും മകളും ഇനി വരുന്നില്ലെന്നിരിക്കട്ടെ. ഈവൻ ഇഫ് മൈ വൈഫ് ആൻഡ് ഡോട്ടർ റെഫ്യൂസ് ടു കം അലോങ്, അവർ വരുന്ന കരുതി വിസമ്മതിക്കുന്നുവെങ്കിൽ, വൈ കാണ്ട് ഐ ഗോ ആൻഡ് വിസിറ്റ് മൈ ഏലിംഗ്. ഏലിംഗ് മീൻസ് സഫറിങ് ഫ്രം എയിൽമെൻറ്റ് ഓർ ഡിസീസ്. രോഗിണിയായ എനിക്ക് എന്തുകൊണ്ട് പോയി എൻ്റെ രോഗിണിയായ സഹോദരിയെ കണ്ടിട്ട് കൊണ്ടുപോകാം? എനിക്ക് അവിടെ കാണാൻ പൊക്കൂടെ? ദാറ്റ് ഇസ് എ ഗുഡ് ക്വസ്റ്റ്യൻ, നല്ല ചോദ്യമാണ്. ടു വിച്ച് മൈ കൗണ്ടർ ക്വസ്റ്റ്യൻ വുഡ് ബി, കം ബൈ സ്റ്റേറ്റ് ഓഫ് ഹെൽപ്നെസ് ഹാസ് നോട്ട് ടച്ച്ഡ് യുവർ ഹാഡ് ആൻഡ് ഹേർട്ട്. പക്ഷേ നല്ല ചോദ്യമാണ്. ബട്ട് മൈ കൗണ്ടർ ക്വസ്റ്റ്യൻ, എനിക്ക് തിരിച്ചൊരു ചോദ്യം ചോദിക്കാനുണ്ട്. അത് കേട്ടാൽ മനസ്സിലാക്കാനുള്ള ശേഷി നിങ്ങളുടെ കഠിന ഹൃദയത്തിനാണതില്ല. ഹൗ കം മൈ സ്റ്റേറ്റ് ഓഫ് ഹെൽപ്ലെസ്നെസ് ഹാസ് നോട്ട് ടച്ച്ഡ് യുവർ ഹാഡ് ആൻഡ് ഹേർട്ട്. എൻ്റെ നിസ്സഹായത നിങ്ങളുടെ കഠിന ഹൃദയം സ്പർശിച്ചിട്ടുമില്ല, സ്പർശിക്കാനും പോകുന്നില്ല. ഇഫ് ഐ ടേക്ക് എ ചാർജ് ഓഫ് മൈ സിസ്റ്റർ, ഇനി എൻ്റെ സഹോദരിയുടെ കാര്യം ഞാൻ ഏറ്റെടുക്കുകയാണെങ്കിൽ, അവളെ കാണാൻ പോവുകയും അവളെ പലപ്പോഴും ഒക്കെ അവളെ പരിചരിക്കാൻ നിൽക്കുകയും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, എ ഫാമിലി ക്വാറൽ ഈസ് ഷുവർ ടു ബ്രേക്ക് ഔട്ട്. കുടുംബകലഹം ഉറപ്പാണ്. ട്രസ്റ്റ് മീ, മൈ വൈഫ് ആൻഡ് ഡോട്ടർ ആർ നോട്ട് എ പ്രിറ്റി സൈറ്റ് വെൻ ദേ ഗെറ്റ് ആംഗ്രി. ഒരു കാര്യം എന്നെ വിശ്വസിക്കുക, എൻ്റെ ഭാര്യയുടെയും എൻ്റെ മകളുടെയൊക്കെ രൂപം വളരെ മോശമായിരിക്കും ദേഷ്യം വന്നാൽ. അവർക്ക് ദേഷ്യം വന്നാൽ കാണാൻ യാതൊരു ചന്തവുമില്ല, സത്യമാണത്. ട്രസ്റ്റ് മീ, മൈ വൈഫ് ആൻഡ് ഡോട്ടർ ആർ നോട്ട് എ പ്രിറ്റി സൈറ്റ് വെൻ ദേ ഗെറ്റ്. എൻ്റെ ഭാര്യയുടെയും മകളുടെയും ശകാരവും വഴക്കും ഒക്കെ ഞാനങ്ങ് പുട്ടപ്പ് ചെയ്യുകയാണെങ്കിൽ, ഇഫ് ഐ ടോളറേറ്റ് വിത്ത് ദെയർ കോറൽ, ഇറ്റ് ഈസ് ഓഫ് നോ അവെയിൽ, ഇറ്റ് ഈസ് ഓഫ് നോ യൂസ്. അതുകൊണ്ടും പ്രയോജനമില്ല. ഹൗ വിൽ ഐ എസ്കേപ്പ് ഫ്രം ദ ജിയേഴ്സ് ഓഫ് മൈ അസോസിയേറ്റ്സ്
who always see me through scone-tinted lenses. ഞാൻ എങ്ങനെ രക്ഷപ്പെടും? എൻ്റെ സഹപ്രവർത്തകരുണ്ടല്ലോ, അവരിതറിയുമ്പോൾ അവർക്കറിയാം, അവരെൻ്റെ സർവീസ് ബുക്കിലൂടെ കണ്ടിട്ടുണ്ട് ഞാൻ ഏത് ജാതിയാണെന്ന്. അതിവ്യക്തമായിട്ട് പഴയ രീതിയിൽ എഴുതി വെച്ചിരിക്കുകയാണ്. അവിടെ ഒരു സഹപ്രവർത്തകർ അറിയുക ഏത് ജാതിയാണെന്ന്. പിന്നെ ഇതും കൂടെ അറിഞ്ഞാൽ പിന്നെ പുകല് തന്നെ അല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. ഹൗ വിൽ ഐ എസ്കേപ്പ് ഫ്രം ദ ജിയേഴ്സ്? ജിയേഴ്സ് മീൻസ് കണ്ടംപ്ച്വസ് ഗ്ലാൻസസ്, അവജ്ഞ നിറഞ്ഞ നോട്ടങ്ങൾ, പരിഹാസങ്ങൾ ഓഫ് മൈ അസോസിയേറ്റ്സ്, മൈ കോവർക്കേഴ്സ്, കൊളീഗ്സ് ഹു ഓൾവേസ് സീ മീ ത്രൂ സ്കോൺ ടിൻറ്റഡ് ഗ്ലാസസ്. അവജ്ഞ നിറഞ്ഞ അല്ലെങ്കിൽ പരിഹാസം നിറഞ്ഞ ലെൻസിലൂടെ മാത്രമേ, കണ്ണടകളിലൂടെ മാത്രമേ അവരെന്നെ കാണാറുള്ളൂ. ടു ബി റെക്കഗ്നൈസ്ഡ് ഇൻ പബ്ലിക് ആസ് ദി ബ്രദർ ഓഫ് വൺ ഹു വാസ് അഡ്മിറ്റഡ് ടു മെൻ്റൽ ഹോസ്പിറ്റൽ. അത് മാത്രമല്ല, പരസ്യമായിട്ട് ഊളംപാറയിൽ അഡ്മിറ്റ് ചെയ്ത ഒരു പെണ്ണിൻ്റെ സഹോദരനാണ് ഞാനെന്നൂടെ, ഭ്രാന്തിയുടെ സഹോദരനാണെന്നുകൂടി അറിഞ്ഞാൽ, അതും ബൈ ദി മെഴ്സി ഓഫ് കൈൻഡ്നെസ് ഓഫ് ദി ടൗൺസ്ഫോക്ക്, അതും നാട്ടുകാരുടെ നിന്ന് പിരിവും എടുത്തിട്ട് ഊളംപാറയെ കൊണ്ട് അവിടുത്തെ ക്ലോസ്ഡ് വാർഡിൽ അഡ്മിറ്റ് ചെയ്തു എന്ന് അറിഞ്ഞാൽ ആസിറ്റ് വെയർ. അല്ലാതെ തന്നെ ഐ സ്ലൗച്ച് അറൗണ്ട് ലിംബിങ് ആൻഡ് ഡ്രാഗിങ് മൈ ഫീറ്റ്. ഞാൻ സ്കൂളിൽ ചെല്ലുമ്പോൾ എൻ്റെ സഹപ്രവർത്തകരുടെ മുമ്പിലൂടെ ഞാൻ വേച്ച് ഇടറിയാണ് നടന്നു പോകുന്നത്. റിഡിൽഡ് ബൈ ആൻ ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ്. അവരെ കാണുമ്പോൾ അവരെല്ലാം പലരും ഉന്നത കുല ജാതരാണ്. താഴ്ന്ന ജാതിക്കാരനായിട്ട്, അധകൃത വർഗ്ഗക്കാരനായിട്ട് ഞാൻ മാത്രമേ ഉള്ളൂ. സോ ഐ ആം റിഡിൽഡ് ബൈ മൈ ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ്. ഐ ആം കോട്ട് ബൈ മൈ ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ്. ഞാൻ ഒരുതരം അപകർഷബോധത്തിൻ്റെ പിടിയിലാണ്. അവരെ കാണുമ്പം കൂടി വേച്ചാണ് ഞാൻ നടന്നു പോകുന്നത് തന്നെ അവിടെ ചെന്നാൽ. പിന്നെ ഈ ക്വാർട്ടേഴ്സിലുള്ള ആളുകൾക്ക് അറിയാതുള്ളൂ ഞാൻ ഏത് ജാതിയാണ്, ഞങ്ങൾ ഏത് ജാതിക്കാരാണ്. ഇഫ് ദിസ് ടു വെയർ ആഡഡ് ടു ഇറ്റ്, ഇനി അതിൻ്റെ കൂടെ ഭ്രാന്തിയുടെ സഹോദരനാണെന്നോട് അറിഞ്ഞാലേ എന്തായിരിക്കും പുകല്? എനിക്ക് സ്കൂളിൽ കഴിഞ്ഞുകൂടണ്ടേ? നോ, ദർ ഈസ് നത്തിങ് റോങ് ഇൻ വാട്ട് ഐ ഹാവ് ഡൺ. ഞാൻ ചെയ്തതിൽ യാതൊരു തെറ്റും ഞാൻ കാണുന്നില്ല. നിങ്ങളെ വൃത്തിയായിട്ട് കണ്ണുന്നുണ്ട് നോക്കിയിട്ടാണ് ഞാനൊരു ദുഷ്ടനാണ്, കാട്ടാളനാണെന്ന്. ദർ ഈസ് വൺ മോർ ക്വസ്റ്റ്യൻ ആൻഡ് ലെറ്റ് മീ ദി വൺ ടു ആസ്ക് ദാറ്റ് ടു. ഒരു ചോദ്യം കൂടി ഞാൻ അതോടൊന്ന് ചോദിച്ചോട്ടെ. ഓൾ സെഡ് ആൻഡ് ഡൺ, എല്ലാം കഴിഞ്ഞപ്പോൾ, ഇതെല്ലാം സംഭവിച്ചു കഴിഞ്ഞ കാര്യമാണ്. അന്നേരം ചോദിക്കട്ടെ, ഈസ് ഇറ്റ് നോട്ട് ദി ഡ്യൂട്ടി ഓഫ് എ ബ്രദർ ടു വിസിറ്റ് ആൻ എയിലിംഗ് സിസ്റ്റർ ഇൻ ഹോസ്പിറ്റൽ അറ്റ് ലീസ്റ്റ് വൺസ്? പലരും ചോദിക്കും, അത് ഞാനങ്ങ് ചോദിക്കുക, ഒരു സഹോദരൻ്റെ കടമയല്ലേ രോഗിയായ, അതും മനോരോഗിയായ സഹോദരിയെ ഒരിക്കലെങ്കിലും പോയി ഹോസ്പിറ്റലിൽ പോയി കാണുന്നത്? ഒരു സഹോദരൻ്റെ കടമയല്ലേ? അല്ലേ? ഐ ആം ആസ്കിങ് ഇറ്റ് ഫോർ ദി സേക്ക് ഓഫ് യു, ഫോർ ഫേവർ ഓഫ് യു. നിങ്ങൾക്ക് വേണ്ടി ഞാൻ ചോദിക്കുക. ഐ ഹാവ് നോ കോംസ് ഇൻ എൻഡോഴ്സിങ് ദാറ്റ് വിസിറ്റിംഗ് എ പേഷ്യൻ്റ് ബൈ ദി ലാറ്റേഴ്സ് നിയർ ആൻഡ് ഡിയർ ഈസ് ആൻ admirable exercise. I have no qualms means doubts. I have no doubts in endorsing, approving that visiting a patient by the lattice near and dear is an admirable exercise. എനിക്കൊരു സംശയമില്ല, രോഗിയായി കിടക്കുന്ന ഒരാളിൻ്റെ നിയർ ആൻഡ് ഡിയർ, പ്രിയപ്പെട്ടവർ, വേണ്ടപ്പെട്ടവർ, സ്വന്തക്കാർ കാണാൻ പോകുന്ന ഒരു നല്ല കാര്യമാണ്. ഒരു ഹോസ്പിറ്റലിൽ ആരും സന്ദർശിക്കാതെ ഒരു പേഷ്യൻ്റ് കിടക്കുമ്പോഴേ ഏറ്റവും രൂക്ഷമാകുന്നു. ഈ കൊറോണ കാലത്ത് അങ്ങനെയുള്ള അവസ്ഥയിലാണല്ലോ ആളുകൾ. കൊറോണ ബാധിച്ച ആളുകൾ, COVID-19 ബാധിച്ച ആളുകൾ പലരും അങ്ങനെയല്ലേ കഴിയുന്നത്. ഇറ്റ് ഈസ് എ വെരി ബാഡ് എക്സസൈസ്. ഇറ്റ് ഈസ് എ വെരി സിവിയർ സ്റ്റേറ്റ്. I truly believe that the earthly lamps of human kindness and culture are kept aglow with practices such as these. ഞാൻ വിശ്വസിക്കുന്നു. അതായത് മനുഷ്യൻ്റെ ദയാവായ്പ്, സംസ്കാരം, സ്നേഹം, ഇതിൻ്റെയൊക്കെ ചിരാതുകൾ തെളിക്കാൻ ഇങ്ങനെയൊക്കെയുള്ള സ്നേഹപ്രവൃത്തികൾ ആവശ്യമാണ്, നല്ലതാണ്, എനിക്കറിയാം. ഇങ്ങനെയുള്ള സ്നേഹപ്രവൃത്തികൾ, രോഗിയായ ഒരാളിനെ ബന്ധുക്കൾ സന്ദർശിക്കുക, പ്രത്യേകിച്ച് ഞാൻ വെറും ബന്ധു എന്ന് പറഞ്ഞാൽ പോലെ സ്വന്തം സഹോദരനാണ്. എനിക്ക് വേണ്ടി, എൻ്റെ വിദ്യാഭ്യാസത്തിന് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുള്ള ഒരാൾ, കല്യാണം പോലും വേണ്ടെന്ന് വെച്ചവളാണ്.
പിന്നെ എങ്ങനെയോ അവളൊരു ഭ്രാന്തിയായി മാറി. അപ്പോൾ അങ്ങനെ സന്ദർശിക്കുക എന്ന് പറയുന്നത് സ്നേഹത്തിൻ്റെയും കൾച്ചറിൻ്റെയും എർത്തൻ ലാംസ് മൺചിരാതുകൾ അത് കത്തിക്കുന്നതിന് തുല്യമായൊരു പ്രവൃത്തിയാണ്. ഐ ട്രൂലി ബിലീവ് ദാറ്റ് ദി earthen lamps of human kindness and culture are kept aglow with practices such as these. ഞാനിപ്പോഴും വിശ്വസിക്കുന്നു, അതായത് സ്നേഹത്തിൻ്റെയും ദയാവായ്പിൻ്റെയൊക്കെ മൺചിരാതുകൾ കത്തുന്നത് ഇങ്ങനെയുള്ള ചില സ്നേഹ പ്രകടനങ്ങളിലൂടെയാണ്. ബന്ധുക്കളും മിത്രങ്ങളും ഒക്കെ രോഗിയായ ഒരാളെ സന്ദർശിക്കുക എന്ന് പറഞ്ഞാൽ അത്തരത്തിലുള്ളൊരു സ്നേഹപ്രകടനമാണ്, അല്ലെങ്കിൽ ആ സംസ്കാരത്തിൻ്റെ ഒരു മൺചിരാത് കത്തിക്കലാണെന്ന് എനിക്കറിയാം. ബട്ട് ഐ ഡു നോട്ട് ഇൻറ്റൻഡ് ടു ഡു ദി സെയിം. പക്ഷെ ഞാനത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. ഡോണ്ട് അസ്യൂം ഇറ്റ് ഈസ് ബിക്കോസ് ഐ ആം എ ഹേർട്ട്ലെസ് മാൻ. ഡോണ്ട് തിങ്ക് ഇറ്റ് ഈസ് ബിക്കോസ് ഐ ആം എ ഹേർട്ട്ലെസ് മാൻ. ഹൃദയശൂന്യനാണ് ഞാൻ, അതുകൊണ്ടാണ് നിങ്ങൾ കരുതരുത്. യു സീ, there is no point in my meeting a sister who is not of sound mind and who cannot recognize me to begin with. ആദ്യമേ പറഞ്ഞാൽ there is no point in my meeting a sister who is not of sound mind and who cannot recognize me. ഇപ്പോൾ സ്വബോധമില്ലാതെ കിടക്കുന്ന സഹോദരനാണെന്ന് തിരിച്ചറിയാൻ കഴിയാത്ത സഹോദരിയെ സന്ദർശിച്ചുകൊണ്ട് എന്ത് ഗുണമാണ്, എന്ത് നേട്ടമാണ് ഉണ്ടാകുന്നത്? എനിക്ക് അവളോടൊന്നും പറയാനും കഴിയില്ല, പറഞ്ഞാൽ തന്നെ അവൾ മനസ്സിലാകില്ല. എന്നെപ്പോലും അവൾ തിരിച്ചറിയാത്ത ആ വല്ലാത്തൊരു മാനസികാവസ്ഥയിലാണ്, തീവ്രമായ മാനസികാവസ്ഥയിലാണ്. അവളെ ഞാനിപ്പോൾ കണ്ടിട്ട് എൻ്റെ എല്ലാം നശിപ്പിക്കാമെന്നല്ലാതെ, എൻ്റെ ആഢ്യതയും എൻ്റെ ആ പ്രമാണിത്വവും എൻ്റെ ആ ഒരു കൾച്ചർ നശിപ്പിക്കാമെന്നല്ലാതെ എന്താ പ്രയോജനം? എന്നാ പ്രയോജനം ഇരിക്കുന്നു അതിൽ? When my visit itself would mean nothing to her. എൻ്റെ സന്ദർശനം അവൾക്കൊന്നുമല്ല. It would mean nothing to her. What is good? What is good, or what is the good over backwards to indulge in that pointless exercise? പിന്നെ എന്തിന് ആ പ്രയോജനമില്ലാത്ത പ്രവൃത്തി ഞാൻ ചെയ്യണം? Why should I do that pointless exercise? Then what is good over backwards to indulge in that pointless exercise seems a no-brainer to me. No-brainer, foolishness to me. അപ്പോൾ അങ്ങനെ ഒരു യാതൊരു ഗുണമില്ലാത്തൊരു കാര്യം ചെയ്യുന്നത് വിഡ്ഢിത്തമാണെന്ന് എനിക്ക് തോന്നുന്നു. Seems to that you are unwilling ever to admit. I have some brains after that. And it seems to that you are unwilling to admit I have some brains after all. എനിക്ക് കുറേ ബുദ്ധിയുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ആ സമയത്ത് അങ്ങനെ ചെയ്തത്, ഞാൻ പോയി കാണാത്തത് എന്ന് നിങ്ങൾ ആരും ഒരിക്കലും പറയില്ല. Such anguish, even as I looked at my screaming sister to the car and claimed I didn't see a thing. Yes, even as I looked at my screaming sister in the car and claimed I didn't see a thing. ഞാൻ ഓർക്കുന്നുണ്ടല്ലോ, ഞാൻ ആ കാറിലേക്ക് നോക്കി ഞാൻ പറഞ്ഞു ഞാനൊന്നും കാണുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ നീ ചോദിച്ചില്ലേ ആ സമയത്ത്? എനിക്ക് നന്നായി നൊന്തു അത്. കൃഷ്ണൻകുട്ടി, ഹാവ് യു ഗോൺ മാഡ് ആസ് വെൽ? നിനക്കും ഭ്രാന്താണോടാ കൃഷ്ണൻകുട്ടി എന്ന് നിങ്ങൾ ചോദിച്ചല്ലോ. നിനക്കും ഭ്രാന്താണോ എന്ന് നീ എന്നോട് ചോദിച്ചല്ലോ. എനിക്ക് ഒന്നാതായിട്ടങ്ങ് നൊന്തു, അത് ഒന്നായിട്ടങ്ങ് വേദനിച്ചു. ഇപ്പം നിനക്ക് മനസ്സിലായല്ലോ. But at least now you know that there is absolutely nothing the matter with me. അപ്പം നിനക്ക് മനസ്സിലായല്ലോ എനിക്ക് ഭ്രാന്തില്ല, ഞാൻ കാണിച്ചത് ബുദ്ധിയാണെന്ന്. എൻ്റെ ജീവിതത്തിന് വേണ്ടി, എൻ്റെ ജീവിതം സുഖമായി പോകാൻ വേണ്ടി ഞാൻ ചെയ്തത് ഒരു നല്ല കാര്യമാണെന്ന് എനിക്ക് എപ്പോഴെങ്കിലും മനസ്സിലായല്ലോ. മനസ്സിലായില്ലേ എന്ന് പറഞ്ഞ് ഈ ആത്മഭാഷണം അവസാനിപ്പിക്കുന്നു.